യേശു കർത്താവ് ശിഥിലമായി, പക്ഷേ പരിശുദ്ധാത്മാവാം ദൈവം അവനെ ഉയർപ്പിച്ചു. നോ ഗ്യാരണ്ടിയോടെ ഞാൻ പറയട്ടെ, എത്രയധികമായി തകർന്നു എങ്കിലും ഒരു രാഷ്ട്രീയക്കാരനും ഒരു മനുഷ്യനും ഒരു വിസയ്ക്കും ഒരു പണത്തിനും ഒരു എഡ്യൂക്കേഷനും ഒരു പദവിക്കും നിന്നെ പണിവാൻ തക്കവണ്ണം കഴിയുന്നില്ലെങ്കിലും ഇന്ന് പകൽക്കാലം നീ അറിഞ്ഞില്ലയോ എന്ന് എനിക്കറിയത്തില്ല. നീ ആയിരിക്കുന്ന റൂമിൽ നസ്രയത്തിലെ ആശാരി തിരിച്ചറിവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ പണിത് ഉയർത്തുവാൻ നിന്റെ അടുക്കൽ നിന്നുകൊണ്ട് ഇരിക്കുന്നു. അവൻ നിന്നെ പണിയുന്നവനാണ്. അതുകൊണ്ട് പണിയപ്പെടുന്നവരെ, നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിന്റെ സ്റ്റോറിയല്ല, പകരം അവന്റെ സ്റ്റോറിയാണ്. നിന്റെ സ്റ്റോറിയല്ല, ഹിസ് സ്റ്റോറിയാണ്, ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി മീൻസ് ഹിസ് സ്റ്റോറി. യേശുവിന്റെ കഥയാണ്, യേശുവിന്റെ ജയിച്ച ചരിത്രമാണ്, യേശുവിന്റെ മഹത്വത്തിന്റെ ചരിത്രമാണ് നിന്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നത്. യോസേഫിന്റെ ജീവിതത്തിൽ എക്സാലി അത് തന്നെ നിങ്ങൾക്ക് കാണുവാൻ തൊക്കെ കഴിയും. ഒരു 16 സിമിലാരിറ്റി ഞാൻ ഓടിച്ചു പറയട്ടെ, എന്നിട്ട് വേഗത്തിൽ പ്രാർത്ഥിച്ച് അടുത്ത കൺക്ലൂഷൻ പറഞ്ഞ് ദൈവകൃപയാൽ നമുക്ക് പിരിയാം. സ്തോത്രം, കർത്താവ് സഹായിക്കട്ടെ. യോസേഫ് എന്ന പദത്തിന് അർത്ഥം അബണ്ടൻസ് എന്നാണ്. ഇൻക്രീസ് ഓർ അബണ്ടൻസ്, ഇൻക്രീസ് അബണ്ടൻസ്. ഞാൻ അബണ്ടൻസ് എന്ന പദം മാത്രം എടുക്കട്ടെ. യോസേഫ് എന്ന പദത്തിന് അർത്ഥം സമൃദ്ധി എന്നാണ്, ജീവനും സമൃദ്ധിയായ ജീവനും. സ്തോത്രം. യോസേഫ് എന്ന പദത്തിന് അർത്ഥം സമൃദ്ധിയാണ്. കർത്താവ് പറഞ്ഞു യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. സ്തോത്രം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. പക്ഷെ ഞാൻ എന്താ വന്നത്? യേശു പറഞ്ഞു, ജീവനും സമൃദ്ധിയായ ജീവൻ പകരാൻ ഞാൻ വന്നിരിക്കുന്നു. ലൈഫ് മോർ അബണ്ടൻസ്. സ്തോത്രം. അവർക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. സോ യേശു കർത്താവ് അവൻ സമൃദ്ധി നൽകുവാൻ നിന്റെ ജീവിതത്തിൽ വന്നു. 3 യോഹന്നാൻ 2-ാം വാക്യം പറയുന്നു, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും, മീനിങ് നിന്റെ ആത്മാവില്, നിന്റെ പ്രാണനില്, നിന്റെ ശരീരത്തില്, നിന്റെ സമ്പത്തില്, നിന്റെ വീട്ടില്, നിന്റെ തലമുറയില്, നിന്റെ എഡ്യൂക്കേഷനില്, നിന്റെ ശുശ്രൂഷയില്, നിന്റെ ഫ്യൂച്ചറില്, സകലത്തിലും യു ഫിൽ ഇൻ ദ ബ്ലാങ്ക്, സകലത്തിലും നീ ശുഭവും സുഖവുമായിരിക്കണം. അതാണ് അബണ്ടൻസിന്റെ അർത്ഥം. പ്രശ്നം വരാം, പക്ഷേ നീ സ്തോത്രം ശുഭമായിരിക്കണം. യോസേഫ് എന്ന പദത്തിന് അർത്ഥം അത് തന്നെയാണ്, അബണ്ടൻസ്, ദൈവിക സമൃദ്ധി. 2-ാമത്തെ വേദപുസ്തകം പറയുന്നു, യാക്കോബ് എന്ന പിതാവ് യോസേഫിനെ അധികമായി സ്നേഹിച്ചു. മറ്റ് 11 മക്കളെക്കാൾ യാക്കോബിന് ഏറ്റവും കൂടുതൽ പ്രിയപുത്രനായിരുന്നു യോസേഫ്. വായ് വേദപുസ്തകം വായിക്കുമ്പോൾ എനിക്ക് കണ്ടു, യോസേഫിന്റെ യാക്കോബിന്റെ ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. ഭാര്യ എന്ന് പറയുന്നതിനേക്കാൾ യാക്കോബിന് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവളുടെ പേര് പറഞ്ഞാട്ടെ. സ്തോത്രം. അവളുടെ പേരാണ് റേച്ചൽ. ആ റാഹേലിൽ ഉണ്ടായ മകനാണ് യോസേഫ്. യാക്കോബിന് തന്റെ ഏറ്റവും വലിയ ഇഷ്ടഭാജനമായ റാഹേലിൽ ഉണ്ടായ മകനാണ് യോസേഫ്. അതുകൊണ്ട് അവനെ മറ്റ് മക്കളെക്കാൾ ഏറ്റവും അധികമായി സ്നേഹിച്ചു. 37:3 ഏറ്റവും അധികമായി സ്നേഹിച്ചു. മറുവശത്ത് പുതിയ നിയമത്തിൽ യേശു കർത്താവിന് നോക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരിഹോ പട്ടണത്തിന് പുറത്ത് ആ യോർദാന്റെ തണുത്ത വെള്ളത്തിൽ യേശു കർത്താവ് സ്നാനപ്പെട്ട് മുങ്ങി കരകയറി നിൽക്കുമ്പോൾ പിതാവായ ദൈവം പറഞ്ഞു, ദിസ് ഈസ് മൈ ബിലവഡ് സൺ, ഇവൻ എന്റെ പ്രിയ പുത്രൻ. മനസ്സിലാകുന്നു? പഴയ നിയമത്തിൽ സ്തോത്രം, അതെ, യാക്കോബ് യോസേഫിനെ സ്നേഹിച്ചു. പുതിയ നിയമത്തിൽ സ്തോത്രം, അതെ, പിതാവായ ദൈവം യേശുവിനെ നോക്കി പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ. യോർദാന്റെ കരയിൽ മാത്രമല്ല, മത്തായി 17 മറുരൂപമരകിൽ, സ്തോത്രം, ടെമ്പിൾ കോംപ്ലക്സിൽ, യെരുശലേം ദേവാലയത്തിനരികിൽ ആവർത്തിച്ച് വാക്കുമാറാത്ത കർത്താവ്, ഒരിക്കൽ ഒന്ന് പറഞ്ഞ് പിന്നത്തേതിൽ ചതിക്കാത്തവനായ ദൈവം, സ്തോത്രം, അതെ, വളരെ കൃത്യമായി ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യം പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ. യാക്കോബ് യോസേഫിനെ സ്നേഹിച്ചു എങ്കിൽ പിതാവായ ദൈവം യേശു കർത്താവിനെയും സ്നേഹിക്കുകയുണ്ടായി. വേണ്ട വേദപുസ്തകം പറയുന്നു, സ്തോത്രം, യാക്കോബ് എന്ന പിതാവ് ശെഖേമിൽ തന്റെ മൂത്ത മക്കളായിരിക്കുമ്പോൾ സഹോദരന്മാരുടെ അടുക്കലേക്ക് യോസേഫിനെ അയച്ചു. സ്തോത്രം, അതെ, സഹോദരന്മാരുടെ അടുക്കലേക്ക് യാക്കോബ് യോസേഫിനെ അയച്ചു. സ്തോത്രം.
സ്തോത്രം, യോസെഫ് അയക്കപ്പെട്ടവൻ ആയി തീർന്നു 2000 വർഷങ്ങൾക്ക് മുമ്പ്. സ്തോത്രം, ഏതോ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് വേണ്ടിയല്ല, ഏതോ പ്രത്യേക ഡിനോമിനേഷന് വേണ്ടിയല്ല, പകരം 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ പുത്രനാകുന്ന യേശു മുഴുവൻ മാനവ ജാതിക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് കടന്നു വരികയുണ്ടായി. 1 യോഹന്നാൻ 4-ാം അധ്യായം 10-ാം വാക്യം അവണ്ണം തന്നെ പറയുന്നു, പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടവനായി യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നു. സ്തോത്രം, അവൻ ശ്രേഷ്ഠ മഹാ അപ്പോസ്തലൻ എന്ന വേദപുസ്തകം പറയുന്നു. എബ്രായർക്ക് ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, അതെ, അവൻ ശ്രേഷ്ഠ അപ്പോസ്തലനായി തീർന്നു. അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ സ്തോത്രം, അപ്പോൾ സ്ഥലത്തുള്ളവനല്ല അപ്പോസ്തലൻ, പകരം അയക്കപ്പെട്ടവനാണ് അപ്പോസ്തലൻ. എത്ര പേര് ആമേൻ പറയും? അയക്കപ്പെട്ടവനാണ് അപ്പോസ്തലൻ. 1 യോഹന്നാൻ 4:10 പറയുന്നു, ആ ദൈവം പുത്രനെ അയച്ചത് സാക്ഷാൽ സ്നേഹമാകുന്നു. സഹോദരനെ സഹോദരിയും, നിന്നെ സ്നേഹിച്ചിട്ട്, എന്നെ സ്നേഹിച്ചിട്ട്, മുഴു ലോകത്തെ സ്നേഹിച്ചിട്ട് അടുത്തുകൂടാത്ത പ്രകാശത്തിൽ അധിവസിച്ചവനായ ദൈവം കാല സമ്പൂർണതയെങ്കിൽ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുകയുണ്ടായി. എക്സാക്ട്ലി സഹോദരന്മാരുടെ അടുക്കലേക്ക് യോസഫ് അയക്കപ്പെട്ടവനായെങ്കിൽ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം യേശുവിനെ അയച്ചു. സ്തോത്രം, യേശു യോസഫിനെ സഹോദരന്മാരുടെ അടുക്കലേക്ക് അയച്ചപ്പോൾ സഹോദരന്മാർ അവനെ ദേഷിച്ചിട്ട് ജാതികളെ കയ്യിൽ ഏൽപ്പിച്ചു. സഹോദരന്മാർ അവനെ ദേഷിച്ചിട്ട് സ്തോത്രം ജാതികളെ കയ്യിൽ ഏൽപ്പിച്ചു. എക്സാക്ട്ലി അങ്ങനെ തന്നെ നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ തക്കൊണ്ട് കഴിയും. മത്തായി സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യം, യേശു കർത്താവ് മുൻകൂട്ടി വളരെ കൃത്യമായി അറിയുന്നതായ പ്രവാചകൻ അവൻ തന്നെ കുറിച്ച് ഈ പ്രകാരം പറഞ്ഞു, സ്തോത്രം, അതെ, ജാതികളെ കയ്യിൽ ഏൽപ്പിക്കും, ജാതികളുടെ കയ്യിൽ ഏൽപ്പിക്കും. യേശു കർത്താവ് അറിയാതെയല്ല തന്റെ ജീവിതത്തിൽ റിജക്ഷനും പെയിനും ഗദശമനിയും ക്രൂശും തകർച്ചയും ഒക്കെ വന്നത് അവന് വളരെ നന്നായിട്ട് അറിയാം. കർത്താവ് പറഞ്ഞു, തന്നെ കുറിച്ച് അവൻ പ്രവചിച്ചു പറയുകയാണ്, ക്രൂശിപ്പാനും അവനെ ജാതികളെ കയ്യിൽ ഏൽപ്പിക്കും. എവണ്ണമാണോ യോസഫിനെ മിദ്യാന്യരുടെ കയ്യിൽ ജാതികളെ കയ്യിൽ ഏൽപ്പിച്ചത്, പിന്നത്തേതിൽ സ്തോത്രം ഇസ്മായിലിയർക്ക് വിട്ടത് എക്സാക്ട്ലി യേശു കർത്താവിനെ ജാതികളെ കയ്യിൽ ഏൽപ്പിക്കുകയുണ്ടായി. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, സഹോദരന്മാർ യോസഫിനെ കണ്ടിട്ട് സ്തോത്രം അസൂയ പൂണ്ടു. സഹോദരന്മാർ യോസഫിനെ കണ്ടിട്ട് അസൂയ പൂണ്ടു. ഉള്ളവർ കരങ്ങൾ ഉയർത്തിയാടെ. ഹല്ലേലൂയ. ഒരാളേ ഉള്ളൂ. സ്തോത്രം. ഓ ഹല്ലേലൂയ. അസൂയയെ ജയിച്ച് അവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്ട്. ഓ ഗ്ലോറി. നോഹയുടെ പെട്ടകം എല്ലാം വന്നിട്ടുണ്ട്. സ്തോത്രം. അതെ, സഹോദരന്മാരെ കണ്ടിട്ട് സ്തോത്രം, യോസഫിനെ കണ്ടിട്ട് യോസഫിന്റെ സ്വപ്നം, അപ്പൻ കൊടുത്തതായ വസ്ത്രം, ഓ യോസഫിനുള്ള സ്വപ്നം, അപ്പന് കൊടുത്തതായ വസ്ത്രം, അവന്റെ അകത്തുള്ളതായ സ്വപ്നം, പുറത്തുള്ളതായ വസ്ത്രം, അവന്റെ അകത്തുള്ളതായ സ്വപ്നം, പുറത്തുള്ളതായ വസ്ത്രം, അകത്തുള്ളതായ വരം, പുറത്തുള്ളതായ ഫലം, അകത്തുള്ളതായ ശുശ്രൂഷ, പുറത്തുള്ളതായ ജീവിതം, ഓ അകത്തുള്ളതായ ആത്മീയം, പുറത്തുള്ളതായ ഭൗതികം. അയ്യോ, ഞങ്ങൾക്കില്ലാത്തത് അവനുണ്ടല്ലോ എന്ന് പറഞ്ഞ സഹോദരന്മാർ അസൂയ പൂണ്ടു. എന്നാൽ ഞാൻ പറയട്ടെ, അവിടെ മുൻപിലാണ് അസൂയ പൂണ്ടിരിക്കുന്ന നിന്റെ ബന്ധുക്കളുടെ മുൻപിൽ, അയൽവാസികളുടെ മുൻപിൽ, അവിടെ മുൻപിലാണ് ബാരിയർ ബ്രേക്കറായി, വേലിക്കെട്ടുകളെ പൊളിക്കുന്നവരായി, വേലിക്കൊട്ടുകളെ പൊളിച്ചുകൊണ്ട് പടരുന്ന മുന്തിരി വള്ളിയായി ദൈവകൃപയാൽ നീ പടരുവാൻ പോകുന്നത്. വേദപുസ്തകത്തിൽ അങ്ങനെ പറയുന്നു, യോസെഫ് ഫലപ്രദമായ വൃക്ഷമെന്ന് മലയാള ബൈബിൾ പറയുന്നു, ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു, ഈസ് എ ഫ്രൂട്ട്ഫുൾ വൈൻ. ഓ, മതിലിന് മേൽ പടരുന്നു. നിന്നെ നോക്കി അസൂയ പൂണ്ടുന്നതായ ജീവിതങ്ങളുടെ നടുവിൽ അവർ നിനക്കെതിരെ കെട്ടുന്നതായ വേരുകളെ പൊളിച്ചുകൊണ്ട് നീ പടരുന്നു. അടുത്തിരിക്കുന്നവരെ നോക്കി ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, തടസ്സങ്ങളെ നമ്മൾ ജയിക്കും. പറഞ്ഞാട്ടെ, തടസ്സങ്ങളെ നമ്മൾ ജയിക്കും. ഈ സ്തോത്രം. സഹോദരന്മാർ യോസെഫിനെ നോക്കി അസൂയ പൂണ്ടു. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ പീലാത്തോസ് പറയുന്നു, സ്തോത്രം, പീലാത്തോസിന് അറിയാം അസൂയ കൊണ്ടാണ് ഇവനെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. ഈ യഹൂദന്മാർക്ക് യേശുവിനെ കണ്ട് അസൂയമുണ്ട്. ഞങ്ങൾക്കില്ലാത്ത ക്രൗഡ് അവനുണ്ട്, ഞങ്ങൾക്കില്ലാത്ത പോപ്പുലാരിറ്റി അവനുണ്ട് എന്ന് പറഞ്ഞ് അസൂയമുണ്ടാണ്. സ്തോത്രം. യഹൂദന്മാർ ഈ യേശു കർത്താവിനെ തന്റെ കയ്യിൽ ഏൽപ്പിച്ചതെന്ന് ആര് മനസ്സിലാക്കി? സ്തോത്രം. അതെ, ഈ പീലാത്തോസ് മനസ്സിലാക്കി. സ്തോത്രം. അതെ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണമേ. So there is a tremendous similarities between Joseph and Jesus. യേശു കർത്താവും സ്തോത്രമായ യോസെഫും ആയിട്ടുള്ളതായ സിമിലാരിറ്റി വേദപുസ്തകം പറയുന്നു. യഹൂദ എന്നാണ് എബ്രായ ബൈബിളിൽ യൂദയെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. യഹൂദ
യഹൂദ. എല്ലാരും പറഞ്ഞാട്ട് എന്താണ് ഈ യഹൂദ? നിങ്ങൾക്കറിയാം, സ്തോത്രം, 20 വെള്ളിക്കാശിന് യഹൂദയാണ് യോസെഫിനെ വിറ്റത്. സ്തോത്രം, യഹൂദ എന്ന മകനാണ് 20 വെള്ളിക്കാശിന് യോസെഫിനെ വിറ്റത്. 20 വെള്ളിക്കാശിന് യഹൂദ എന്ന യഹൂദ ഗോത്രം, ഓഫ്കോഴ്സ് യഹൂദ എന്ന തന്റെ സഹോദരനാണ് 20 വെള്ളിക്കാശിന് അവനെ വിറ്റത്. എക്സാക്ട്ലി സെയിം പദമാണ് യൂദ. യഹൂദ എന്ന എബ്രായ ബൈബിൾ പറയുന്നു. അതേ പദത്തിലുള്ള യൂദ 30 വെള്ളിക്കാശിന് യേശു കർത്താവിനെ വിറ്റത്. അതേ സ്തോത്രം, പദമുള്ളതായ യൂദയാണ് 30 വെള്ളിക്കാശിന് യേശുവിനെ വിറ്റത്. മത്തായി സുവിശേഷം 27 അധ്യായം 1 വാക്യം അവണ്ണം പറയുന്നു. യോസെഫിനെ അപ്പനിട്ടതായ വസ്ത്രത്തെ സഹോദരന്മാർ പറിച്ചെടുത്തു. നമ്മളത് വീണ്ടും കേൾക്കും. സ്തോത്രം, യോസെഫിന്റെ മേൽ അപ്പനിട്ടതായ കോട്ട് ഓഫ് മെനി കളേഴ്സ്, പല നിറത്തിലുള്ളതായ വസ്ത്രം എന്ന് ഇംഗ്ലീഷ് ബൈബിൾ മറ്റ് ട്രാൻസ്ലേഷൻ പറയുന്നു. ആ സ്തോത്രം, കോട്ടിനെ, ആ അങ്കിയെ സഹോദരന്മാർ വസ്ത്രം, സ്തോത്രം, അഴിച്ചെടുത്തു. മത്തായി സുവിശേഷം 27:28 വായിക്കുമ്പോൾ, ഒരു നെയ്ത്തുകാരൻ ഒരു തുന്നൽ പോലും ഇല്ലാത്ത മനോഹരമായ ഒരു അങ്കി യേശു കർത്താവ് ധരിച്ചിരുന്നു. ആ സ്ത്രീയെ, ആ അങ്കിയെ അവർ പറിച്ചു മാറ്റി. യേശു കർത്താവിന്റെ അങ്കിയെ അവൻ പറിച്ചു മാറ്റി. എന്നിട്ട് വിവസ്ത്രനായിട്ടാണ് അവൻ ക്രൂശിന്മേൽ തൂങ്ങിയത്. സുവിശേഷം ഞാൻ പറയട്ടെ, ഇന്ന് പകൽക്കാലം, അയ്യോ, മറ്റുള്ള മുൻപിൽ ഞാൻ നാണം കെടുമോ, മറ്റുള്ള മുൻപിൽ ഞാൻ പരിഹസിക്കപ്പെടുമോ എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ, മറ്റുള്ള മുൻപിൽ എന്റെ കുഞ്ഞും നിന്ദിക്കപ്പെടുമോ, മറ്റുള്ള മുൻപിൽ ഞാൻ നിന്ദിക്കപ്പെടുമോ, നിന്ന പാത്രമായി പോകുമോ എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ, കമാൻ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ നല്ല വെള്ളിയാഴ്ച, ആ വലിയ വെള്ളിയാഴ്ച, ആ ജയത്തിന്റെ വെള്ളിയാഴ്ച, നിന്റെ സകലം നിന്ദകളെ യേശു കർത്താവ് ക്രൂശിന്മേൽ ഏറ്റെടുത്തു. ആ ഹൈവേയിലൂടെ പോകുന്നതായ നൂറുകണക്കിന്, ആയിരക്കണക്കിന് ആൾക്കാരുടെ മുൻപിൽ നഗ്നനായി, സ്തോത്രം, അതെ, നിന്ന് ഏറ്റെടുത്തത്. നിങ്ങൾ ഏത് പട്ടണത്തിലിരുന്നാണോ ഇന്ന് പകൽക്കാലം ഈ ദൂത് കേൾക്കുന്നത്, ഹല്ലേലൂയ, നിന്ദകൾ ഒന്നും നിന്റെ മേൽ വീഴാതെ പകരം ദൈവത്തിന്റെ കൃപയാൽ നീ മാനിക്കപ്പെടേണ്ടതിന് വേണ്ടി, സ്തോത്രം, യേശു കർത്താവ് നിന്റെ നിന്നയെ ഏറ്റെടുത്ത് അവർ ആ വസ്ത്രത്തെ മാറ്റിയെടുത്തു. എന്നിട്ട് ഒരു മൃഗത്തെ കൊന്നു. ആ മൃഗത്തിൽ അതിന്റെ രക്തത്തെ അവർ പുരട്ടി, കഥയെഴുതി രക്തത്തിൽ പുരട്ടി. രക്തം ചൊരിയിപ്പിക്കുന്നവർ മറുവിടങ്ങളിൽ ഇരുന്ന്, ഓ നിഷ്കളങ്കരെ, രക്തം ചൊരിയിപ്പിക്കുന്നവർ ഇന്നും കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. എക്സാക്ട്ലി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അത് തന്നെ സംഭവിച്ചു. മറുവിടങ്ങളിൽ ഇരുന്ന്, സ്തോത്രം, അതെ, മൃഗത്തെ കൊന്ന് അതിന്റെ രക്തത്തിൽ യോസെഫിന്റെ അങ്കിയിൽ രക്തം പുരട്ടി അപ്പന്റെ മുൻപിൽ പ്രദർശിപ്പിച്ചു. വസ്ത്രം പ്രദർശിപ്പിച്ചു. പറഞ്ഞു, യോസെഫില്ല, അവൻ മരിച്ചുപോയി. യോസെഫില്ല, അവൻ മരിച്ചുപോയി. കേക്ക്, ഓ ബ്യൂട്ടിഫുൾ. പഴയ നിയമത്തിൽ ഒരു വസ്ത്രം കാണിച്ചിട്ട് അവൻ മരിച്ചു പോയി എന്ന് പറഞ്ഞെങ്കിൽ, കല്ലറയിൽ കിടന്നതായ, ഒഴിഞ്ഞ കല്ലറയിൽ കിടന്നതായ, ഒരിക്കൽ കൂടെ, ഒഴിഞ്ഞ കല്ലറയിൽ കിടന്ന വസ്ത്രം കണ്ടിട്ട് അവൻ പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. പഴയ നിയമത്തിൽ മരണത്തിന്റെ സാക്ഷിയായി വസ്ത്രമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ഉയർപ്പിന്റെ സാക്ഷിയായി മറ്റൊരു വസ്ത്രമായി തീർന്നു. സ്തോത്രം, അതെ, യോസെഫിന്റെ സുവിശേഷ. വീണ്ടും വേദപുസ്തകം പറയുന്നു, സ്തോത്രം, യോസെഫ് പ്രധാനമന്ത്രിയായി അവൻ ഭണ്ഡാരശാലകളെ തുറന്നു. അവൻ രാജ്യങ്ങൾക്ക് വിളമ്പി. ഓ ജാതികൾ വന്ന് ധാന്യം കൊണ്ടു. സ്തോത്രം, അതെ, ജാതികൾ വന്നിട്ട് അവരുടെ ആഹാരം കൊണ്ടു, അവരുടെ ധാന്യം കൊണ്ടു. സ്തോത്രം, യഹൂദന്മാരും കടന്നു വന്നു. അർത്ഥം, യോസെഫിന്റെ സഹോദരന്മാരും കടന്നു വന്നു. യോസെഫ് പ്രധാനമന്ത്രിയായി തീർന്ന് രാജ്യങ്ങൾക്ക് വിളമ്പിയപ്പോൾ, he became a great blessing for Jews and Gentiles. അവൻ യഹൂദന്മാർക്കും ജാതികൾക്കും അവൻ അനുഗ്രഹമായി തീർന്നു. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് രാജാവായി കർത്താവായി സിംഹാസനത്തിനായപ്പോൾ അവൻ യഹൂദന്മാർക്കും രക്ഷകനായി, അവൻ ജാതികൾക്കും രക്ഷകനായി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അവൻ ആരുടെയോ രക്ഷകനല്ല. ഇന്ന് പകൽക്കാലം വിളിച്ചു പറഞ്ഞാട്ടെ, യേശു എന്റെ രക്ഷകനാണ്. വലത് കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, യേശു എന്റെ രക്ഷകനാണ്. പ്രമോഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നന്മ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു സിമ്പിൾ നൊട്ടേഷൻ ഞാൻ പറയട്ടെ, പാപത്തെ ജയിക്കണം. യോസെഫ് ഉയർത്തപ്പെട്ടത് അവൻ പാപത്തെ എതിർത്തത് കൊണ്ടാണ്. എബ്രായർ 12:4 പറയുന്നു, പാപത്തോട് പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം.
പറഞ്ഞാട്ടെ, പാപത്തെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. പാപം ചെയ്യാൻ സാഹചര്യമില്ല, അതുകൊണ്ട് ഞാൻ വിശുദ്ധൻ എന്ന് പറയുന്നവനല്ല. വിശുദ്ധൻ പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടും പാപം ചെയ്യാത്തവന്റെ പേരാണ് വിശുദ്ധൻ. ഓ യോസേഫ് പാപത്തെ ജയിച്ചു. ഏത് പുസ്തകം പറയുന്നു? മത്തായി സുവിശേഷം 4-ാം അധ്യായം, ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം, എബ്രായ ലേഖനം 2:18, എബ്രായ ലേഖനം 4:15 പരിശുദ്ധ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു, യേശു കർത്താവ് അവൻ പാപം ഒഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു. യേശു പാപത്തെ ജയിച്ചെങ്കിൽ വിശ്വാസിയെ, ദൈവദാസനെ, നീ ജയിക്കണം, ഞാൻ ജയിക്കണം. കമോൺ, നമ്മൾ ജയിച്ചേ പറ്റത്തുള്ളൂ. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. വേദപുസ്തകം പറയുന്നു, എന്നിട്ടും സ്തോത്രം പാപം ചെയ്യാത്ത യോസെഫിന് നേരെ അപവാദം പറഞ്ഞു. അതിനൊരു ക്ഷാമമില്ല. അതുപോലെ യേശു കർത്താവിനെതിരെ അപവാദം പറഞ്ഞ്, യോസെഫിനെതിരെ അപവാദം പറഞ്ഞു. സ്തോത്രം, അതെ, യേശു കർത്താവിനെതിരെ അപവാദം പറഞ്ഞു. ഇന്നും ആ പിശാച് ചത്തിട്ടില്ല. സ്തോത്രം, ഇന്നും അപവാദം പറയുന്ന പിശാചുണ്ട്. കേൾക്ക്, വേദപുസ്തകം പറയുന്നു, സഹോദരന്മാർ യോസെഫിനെ നോക്കി പറഞ്ഞു, അവൻ ഇല്ല, അവന് പറിച്ച് കീറിപ്പോയി, മൃഗം വന്ന് അവനെ പറിച്ചു കീറിപ്പോയി, അവൻ മരിച്ചുപോയി എന്ന് സ്തോത്രം അവനെ കുറിച്ച് അപവാദം പറഞ്ഞു. മത്തായി സുവിശേഷം 26-ാം അധ്യായം 60-ാം വാക്യം വേദപുസ്തകം പറയുന്നു, കള്ള സാക്ഷികൾ യേശുവിനെതിരെ എഴുന്നേറ്റു. കള്ള സാക്ഷികൾ യേശുവിന് നേരെ എഴുന്നേറ്റു. വിശുദ്ധ പുസ്തകം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കള്ള സാക്ഷികൾ പലര് വന്നിട്ടും പറ്റിയില്ല. ധൈര്യമായി പറയട്ടെ, വളരെ ദുഃഖത്തോടെ പറയട്ടെ, കഥ എഴുതുന്ന അമ്മാമേ, അച്ചാച്ച പറ്റത്തില്ലടാ. കാരണം സ്തോത്രം, എന്റെ ദൈവം ജീവിക്കുന്നവനാണ്. എനിക്കെതിരെ നിനക്കെതിരെ വരുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ആയുധങ്ങൾ ഫലിക്കയില്ല. സ്തോത്രം, അവർക്കെതിരെ falsely accused യോസെഫിനെതിരെ അവരിതാ സ്തോത്രം, അതേ, കുറ്റം പറഞ്ഞു, കള്ളസാക്ഷ്യം പറഞ്ഞു. യേശുവിനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞു. പക്ഷേ ആ കള്ളസാക്ഷ്യം പറഞ്ഞത് സാധാ വ്യക്തികളല്ല. യേശു കർത്താവിനെതിരെ കള്ളം സാക്ഷ്യം പറഞ്ഞത് മാനവ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായ, ഒരിക്കൽ കൂടെ, മാനവ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായ റോമ സാമ്രാജ്യം സ്പോൺസർ ചെയ്തതായ കള്ളമായിരുന്നു അത്. വലിയ സാമ്രാജ്യമായ റോമ സാമ്രാജ്യം പണം കൊടുത്ത് ആളെ നിർത്തി, അവൻ ഉയർത്തെഴുന്നേറ്റില്ലെന്ന് റോമ സാമ്രാജ്യം കള്ളം പറഞ്ഞിട്ട് സ്തോത്രം നടന്നില്ല. പിന്നെയല്ലേ അപ്പുറത്ത് വിരിക്കുന്ന 4-3-7 പറഞ്ഞാൽ ഫലിക്കുന്നത്. നോ വേ, യേശുവിന്റെ നാമത്തിൽ നീ ജയം കണ്ടെങ്കിൽ ഇതിന്മേലും നീ ജയം കാണുവാൻ വേണ്ടി പോകുന്നു. സ്തോത്രം, ആ അക്യൂസേഷൻ ഫലിക്കയില്ല. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. യോസെഫ് ജയിലിൽ പോയി, യോസെഫ് ജയിലിൽ വീണു. സ്തോത്രം, ദാനിയേൽ സിംഹക്കുഴിയിൽ വീണു. അതേ സ്തോത്രം, യേശു കർത്താവ് ജയിലുണ്ടായിരുന്നു, പൗലോസ് ജയിലുണ്ടായിരുന്നു, പത്രോസ് ജയിലുണ്ടായിരുന്നു. എക്സാക്ട്ലി സ്തോത്രം, അങ്ങനെ യോസെഫും ജയിലിൽ പോയി. യോസെഫിൽ ജയിലിൽ പോയപ്പോൾ 2 ക്രിമിനൽസ്, 2 കുറ്റവാളികൾ യോസെഫിനോടൊപ്പം ജയിലിലുണ്ടായിരുന്നു. ഒന്ന് അപ്പക്കാരന്റെ പ്രമാണി, മറ്റൊന്ന് പാനപാത്രവാഹകൻ. അപ്പക്കാരന്റെ പ്രമാണി, മറ്റൊന്ന് പാനപാത്രവാഹകൻ. യേശു കർത്താവൻ ക്രൂശിക്കപ്പെടുമ്പോൾ 2 കുറ്റവാളികൾ ഇടതും വലതും ഉണ്ടായിരുന്നു. എത്ര പേർക്ക് മനസ്സിലായി യോസെഫിന്റെ സുവിശേഷം? സ്തോത്രം, യോസെഫ് അതേ ജയിലിൽ വീണപ്പോൾ 2 കുറ്റവാളികൾ അവനോട് കൂടെ ഉണ്ടായിരുന്നു. യേശു കർത്താവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യസ്ഥലത്ത് അവൻ ക്രൂശിന്മേൽ ഉയർത്തപ്പെടുമ്പോൾ ഇടതും വലതായി 2 ദുഷ്പ്രവർത്തിക്കാർ അവന്റെ ഓടൊപ്പം ക്രൂശിച്ചു. ലൂക്കോസ് 23:33 അവണ്ണം പറയുന്നു. എന്നാൽ സ്തോത്രം, വേദപുസ്തകം പറയുന്നു, യോസെഫ് അവരോട് പ്രൊഫസി പറഞ്ഞു, ഡ്രീം സ്തോത്രം വ്യാഖ്യാനിച്ചു, സ്വപ്നം വ്യാഖ്യാനിച്ചു. ഒരുത്തൻ തട്ടിപ്പോയി, മറ്റവൻ രക്ഷപ്പെട്ടു. ഒരുത്തൻ നഷ്ടപ്പെട്ടു, മറ്റവൻ രക്ഷപ്പെട്ടു. യോസെഫിന്റെ ദൂതനുസരിച്ച് ഒരുവൻ സ്തോത്രം നഷ്ടപ്പെട്ടു, മറ്റവൻ രക്ഷപ്പെട്ടു. ക്രൂശിൽ അത് തന്നെ സംഭവിച്ചു. ഒരുവൻ യേശു കർത്താവിനെ ദൂഷിച്ച് അവൻ നഷ്ടപ്പെട്ടു. എന്നാൽ മറ്റവൻ യേശുവിൽ വിശ്വസിച്ച് നിലവിളിച്ചു. യേശുവിനെ വിശ്വസിച്ച് നിലവിളിച്ചു. ഇന്ന് പകൽക്കാലം നിങ്ങൾ ക്രിസ്ത്യാനി ആയിരിക്കാം, അല്ലായിരിക്കാം, നിങ്ങൾ കത്തോലിക്കനായിരിക്കാം, പ്രൊട്ടസ്റ്റന്റ് ആയിരിക്കാം, പക്ഷേ യേശു
യേശുവിൽ വിശ്വസിച്ച് ആരാണോ നിലവിളിക്കുന്നത്, യേശുവേ എന്നെ രക്ഷിക്കണമേ, യേശുവേ അങ്ങന്റെ ദൈവം അങ്ങ് കാൽവരി ക്രൂശിന്മേൽ എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് യേശുവിനെ നോക്കി നീ നിലവിളിക്കുമ്പോൾ നീ രക്ഷിക്കപ്പെടുന്നു. കാരണം വേദപുസ്തകം പറയുന്നു, those who call upon the name of the Lord they shall be saved. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും ഇന്ന് പകൽക്കാലം രക്ഷിക്കപ്പെടുക. കർത്താവ് യേശുവിന്റെ ഒരു വശത്ത് കിടന്നതായ ഒരു കള്ളൻ നിലവിളിച്ചു. സ്തോത്രം. യേശു കർത്താവ് പറഞ്ഞു, today he shall be with me in paradise. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ആയിരിക്കും, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കും. ഇന്ന് രക്ഷിക്കുന്നവനാണ് കർത്താവ്, ഇപ്പോൾ രക്ഷിക്കുന്നവനാണ് കർത്താവ്. അടുത്ത ക്രിസ്മസിനല്ല, അടുത്ത സംക്രാന്തിക്കല്ല, ആ നേർച്ച കാഴ്ചയ്ക്ക് ശേഷമല്ല, പാല് കൊടുത്തിട്ടും പടം വെച്ചിട്ടുമല്ല, കദളിപ്പൂ കൊടുത്തിട്ടും നെയ്യൊഴുക്കിയിട്ടുമല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് യുഗങ്ങളുടെ പാറയാകുന്ന കർത്താവ് യേശുവിന്റെ വിലയേറിയ രക്തം കാൽവരി ക്രൂശിന്മേൽ നിനക്ക് വേണ്ടി ഒഴുകിയത് കൊണ്ട് കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് പകൽക്കാലം നിനക്ക് ദൈവകൃപയാൽ രക്ഷയുണ്ട്. വേദപുസ്തകം പറയുന്നു, സ്തോത്രം. അതെ, യോസേഫ് പ്രധാനമന്ത്രിയായി ഉയർത്തപ്പെട്ടപ്പോൾ അവൻ ജാതികളിൽ നിന്നാണ് സ്തോത്രം തന്റെ ഭാര്യയെ തിരഞ്ഞെടുത്തത്. ശ്രദ്ധിക്കുക, ജാതികളിൽ നിന്നാണ് അവൻ തന്റെ ഭാര്യയെ തിരഞ്ഞെടുത്തത്. സ്തോത്രം. അത് അബ്രഹാമിന്റെ കുടുംബത്തിൽ അതുവരെ നടന്നിട്ടേയില്ല. അബ്രഹാം സ്തോത്രം സാറ മരിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ ദാസനെ വിളിച്ച് ഇപ്രകാരമാണ് പറഞ്ഞത്, അന്യജാതിക്കാരത്തികളെ എന്റെ മകൻ ഇസഹാക്ക് വിവാഹം ചെയ്യാൻ പാടില്ല. സോ ഗോ ടു മൈ ട്രഡീഷണൽ പ്ലേസ്. എന്റെ സ്തോത്രം പാരമ്പര്യത്തിലേക്ക് നീ കടന്നുപോയി, ഇടത്തോട്ട് വലത്തോട്ട് നീ തിരിയാതെ എന്റെ പാരമ്പര്യത്തിൽ നിന്ന് തന്നെ, എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ, ഞാൻ ഇറങ്ങി വന്ന ജാതികളുടെ ഇടയിൽ നിന്ന് തന്നെ നീ എനിക്ക് എന്റെ മകന് വേണ്ടി ഇസഹാക്കിന് വേണ്ടി ഭാര്യയെ എടുക്കണം. സോ നിങ്ങൾക്ക് ആ സ്റ്റോറി അറിയാം. അങ്ങനെ തന്നെയാണ് റബേക്ക കടന്നു വന്നത്. അടുത്ത തലമുറ ഏശാവ് യാക്കോബ് വന്നപ്പോൾ ഏശാവ് കുടുംബത്തിൽ നിന്ന് മാറ്റപ്പെട്ട അല്ലെങ്കിൽ തടയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാതികളിൽ നിന്ന് അവൻ ഭാര്യയെ എടുത്തത് കൊണ്ടാണ്. എന്നാൽ സ്തോത്രം യാക്കോബിന് ആ അബദ്ധം പറ്റിയില്ല. അമ്മ റബേക്ക ഇപ്രകാരം പറഞ്ഞു, നിന്റെ അപ്പന് അന്യജാതിയിൽപ്പെട്ടവർ നമ്മുടെ വീട്ടിൽ കയറുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് അപ്പന്റെ ഹൃദയത്തെ നീ തകർക്കരുത്, അപ്പന്റെ ഹൃദയത്തെ നീ തകർക്കല്ലേ. പിള്ളേരെ നോക്കി പറ, എല്ലാരും പറ, ഞാൻ വല്ലാത്തൊരു പ്രാസിംഗിന് എന്നെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. സ്തോത്രം. അടുത്തിരിക്കുന്ന കെട്ടാത്തതിനെ നോക്കി, ഒരിക്കൽ ഇവിടെ പറയാം, പ്രിന്റിംഗ് മിസ്റ്റേക്ക്. അതെ, കെട്ടാത്ത എല്ലാത്തിനെയും നോക്കി പറ, കെട്ടാത്ത എല്ലാത്തിനെയും നോക്കി പറ, അപ്പന്റെ മമ്മിയുടെ ഹൃദയം തകർക്കല്ലേ. ഒന്ന് പറഞ്ഞോട്ടെ, അപ്പന്റെ മമ്മിയുടെയും ഹൃദയം തകർക്കല്ലേ. ഹല്ലേലൂയ. കണ്ണിന് കാണുന്നതും ചെവിയിൽ കേൾക്കുന്നതും www.matrimony.com കാണുന്നതുമല്ല. സ്തോത്രം. ആദാമിന് വേണ്ടി മറ്റൊരു തോട്ടത്തിൽ ഒരുക്കിയ യഹോവ ഇരേ അവരായിരിക്കട്ടെ നിനക്ക് വേണ്ടി കരുതുന്നത്. ദൂത്. സ്തോത്രം. ഇസഹാക്കിന് ഇഷ്ടമല്ല അന്യജാതിക്കാരത്തെ കെട്ടുന്നത്. അത് യേശാവിന്റെ കെട്ടായി പോയി. യാക്കോബേ, നീ കെട്ടുവാൻ നീ ലാബാന്റെ വീട്ടിലേക്ക്, നിന്റെ അങ്കിളുടെ വീട്ടിലേക്ക് തന്നെ നീ പോകണം. അവിടെ വെച്ചാണ് സ്തോത്രം അവന് അതേ റാഹേലിനെ കിട്ടുന്നത്. സോ ആ കുടുംബത്തിൽ സാറയാകട്ടെ, റബേക്കയാകട്ടെ, ലേയും റേച്ചലുമാകട്ടെ, അവർ ജാതിയിൽപ്പെട്ടവർ, സ്വന്തം കുടുംബത്തിൽപ്പെട്ടവരെ വിവാഹം കഴിച്ചെങ്കിൽ 4th ജനറേഷൻ യോസേഫ് യേശു കർത്താവിന് നിഴലായതുകൊണ്ട്, 4th ജനറേഷൻ യോസേഫ് യേശു കർത്താവിന് നിഴലായതുകൊണ്ട് അവൻ ജാതികളിൽ നിന്നാണ് തന്റെ ബ്രൈഡിനെ, തന്റെ മണവാട്ടിയെ തിരഞ്ഞെടുത്തത്. ഏത് പുസ്തകം പറയുന്നു, 2000 വർഷങ്ങൾക്ക് മുമ്പ് ആത്മ മണവാളനാകുന്ന കർത്താവ് കാൽവരി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി സ്തോത്രം മരിച്ചത് കൊണ്ട് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, ഏതോ യഹൂദ ജനത്തിൽപ്പെട്ടവരല്ല, അല്ലെങ്കിൽ ആർക്കും പറവാൻ കഴിയത്തില്ല, ഞങ്ങൾ വലിയ കുടുംബക്കാര്, ഞങ്ങളെ മാത്രമേ കർത്താവ് തിരഞ്ഞെടുക്കത്തുള്ളൂ, ഞങ്ങൾ വലിയ ജാതിക്കാര്, ഞങ്ങൾ മറ്റേ ജാതിക്കാ. നോ 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 നോ. ഞാൻ പറയുന്ന ഏതോ ജാതിക്കാ അല്ലെങ്കിൽ കൊക്കോ അതുപോലെ എന്തെങ്കിലും കായുടെ കാര്യമല്ല. വെളിപ്പാട് 7:9 പറയുന്നു, കുഞ്ഞാടിന്റെ പാട്ട് ഉയരുന്നു, സ്വർഗത്തിൽ പോകാൻ കാത്തിരിക്കുന്നവർ കേൾക്കട്ടെ, കുഞ്ഞാടിന്റെ പാട്ട് സ്വർഗത്തിൽ ഉയരുന്നു. ഏതോ പാരമ്പര്യ പള്ളിയുടെ പാട്ടല്ല, സ്വർഗത്തിൽ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ കുഞ്ഞാടിന്റെ പാട്ട് ഉയരുന്നു. ആ കുഞ്ഞാടിന്റെ പാട്ടെന്ന് പറയുന്നത് സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ളം നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് കുഞ്ഞാടിന് മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവിടെ പേരാണ് ദൈവത്തിന്റെ സഭ.
ഹല്ലേലൂയ. CSAയിൽ മാസവരി കൊടുക്കുന്നതല്ല ദൈവത്തിന്റെ സഭ. പെന്തിക്കോസ്ത് ദശാംശം കൊടുക്കാതെ തലയിലൂടെ മുണ്ടിട്ട് നടക്കുന്നതിന് പേരല്ല ദൈവത്തിന്റെ സഭ. രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അവരാ ഏതൊക്കെ ജാതിയിലാണ്? സകല ജാതിയില്, സകല ഗോത്രങ്ങളില്, സകല വംശങ്ങളില്, സകല ഭാഷകളില്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ലെറ്റ് മീ ടെൽ യു, സൗദി അറേബ്യക്കാർ ദൈവത്തിന്റെ സഭയിലുണ്ട്. നിശ്ചയം നോർത്ത് കൊറിയക്കാർ ദൈവത്തിന്റെ സഭയിലുണ്ട്. പഞ്ചാബീസ് ഉണ്ട്, കാശ്മീരീസ് ഉണ്ട്. കാരണം വേദപുസ്തകം കള്ളം പറയത്തില്ല. സത്യ വേദ പുസ്തകം പറയുന്നു, യേശു കർത്താവ് സകല ജാതികളെ രക്ഷിപ്പാൻ കാൽവരി ക്രൂശിൽ തന്റെ അവസാനത്തുള്ളി രക്തം വരെ ക്രൂശിന്മേൽ ഒഴുക്കിയുണ്ടായി. യോസെഫിന്റെ സുവിശേഷം പറയുന്നു, അവൻ ജാതിയിൽ നിന്ന് തന്റെ ഭാര്യ എടുത്തു. യേശു കർത്താവ് തന്റെ മണവാട്ടിയെ സകല ജാതികളിൽ നിന്ന് എടുക്കുകയുണ്ടായി. അവൻ പ്രധാനമന്ത്രിയായി തീർന്നപ്പോൾ ഫറവോൻ പറഞ്ഞു, ഹേ മിസ്രൈമ്യ ദേശമേ മുട്ടുമടക്കുക. The entire nation of Egypt bow down before the prime minister Joseph. പ്രധാനമന്ത്രിയായ യോസെഫിന് മുൻപിൽ സകല മുഴങ്കാലുകളും മടങ്ങിയുണ്ടായി. നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. മറ്റേ അമ്മാമ്മ ഉൾപ്പെടെയുള്ള സകലയുടെ മുഴങ്കാല് മടങ്ങിയുണ്ടായി. പോയി കേട്ടിട്ടില്ല? മറ്റേ അമ്മാമ്മ, മറ്റേ എന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റേ പൊത്തിഫാറയുടെ ഭാര്യ ഉണ്ടല്ലോ, അവൾ ഉൾപ്പെടെയുള്ളതായ സകല എണ്ണത്തിന്റെയും മുഴങ്കാല് യോസെഫിന്റെ മുൻപിൽ മടങ്ങുകയുണ്ടായി. ഇൻ ജീസസ് നെയിം. തിരുവചനം പറയുന്നു, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 8 മുതൽ 11 വരെ വായിക്കുമ്പോൾ, മേലെ സ്വർലോകരുടെ ഭൂലോകരുടെ അധോലോകരുടെ സകല മുഴങ്കാലും യേശുവിന്റെ നാമത്തിൽ മടങ്ങുന്നു. മേലെ സ്വർലോകരുടെ ഭൂലോകരുടെ അധോലോകരുടെ സകല മുഴങ്കാലും ഇന്ന് പകരം യേശു എന്ന നാമത്തിന് മുൻപിൽ മടങ്ങുന്നു. സകല ശാപങ്ങൾ ഇന്ന് പകൽ മുട്ടുമടക്കട്ടെ. സകല ക്യാൻസറുകൾ ഇന്ന് പകൽ മുട്ടുമടക്കട്ടെ. സകല ബന്ധനങ്ങളും ദുർഭൂതങ്ങളും മന്ത്രവാദങ്ങളും സകല നാമത്തിനെ മേലായ നസ്രേന യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കട്ടെ. എല്ലാ കൊറോണ ഉൾപ്പെടെയുള്ളതായ സകല വൈറസുകളും ബാക്ടീരിയകളും യേശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ മുട്ടുമടക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും വ്യഥയുണ്ടെങ്കിൽ, വെല്ലുവിളിയുണ്ടെങ്കിൽ, രണ്ട് ചൂണ്ടുവിരലുകളെ ഉയർത്തി ഈ പ്രകാരം പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കുക. പറ യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കുക. മൂന്നാമതൊരിക്കൽ കൂടെ, യേശുവിന്റെ നാമത്തിൽ മുട്ടുമടക്കുക. Because at the name of Jesus every knee shall bow and every tongue shall confess Jesus is Lord. Hallelujah. യേശു എന്ന നാമത്തിന് മുൻപിൽ അവ മുട്ടുമടക്കി തന്നെ ആകണം. മഹാത്മാഗാന്ധി എന്ന നാമം പറയുമ്പോൾ സ്വാതന്ത്ര്യ ദിനമാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. ചാച്ച നെഹ്റു എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പ്രധാനമന്ത്രിയാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. സർദാർ പട്ടേൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ യൂണിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. സച്ചിൻ തെണ്ടുൽക്കർ എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് ആണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. ബിഥോവൻ എന്ന് പറയുമ്പോൾ സംഗീതമാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. ഐസക് ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ തലയിൽ വീഴുന്ന ആപ്പിളാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുമ്പോൾ MC സ്ക്വയർ ആണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. But when you mention the name of Jesus, എന്നാൽ യേശു എന്ന നാമം പറയുമ്പോൾ സ്വർഗം തുറക്കുന്നു. യേശു എന്ന നാമം പറയുമ്പോൾ സ്വർഗം തുറക്കുന്നു, പാതാളം വിറയ്ക്കുന്നു, ഭൂമിയിൽ ദൈവത്തിന്റെ നാമം മഹത്വമെടുക്കുന്നു. There is power in the name of Jesus. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. വേദപുസ്തകം പറയുന്നു, സഹോദരന്മാർ യോസെഫിന്റെ അടുക്കൽ അവൻ പ്രധാനമന്ത്രിയായപ്പോൾ ധാന്യം ഉൾക്കൊള്ളുവാൻ ഒന്നാമത്തെ പ്രാവശ്യം കടന്നു വന്നു. ഒന്നാമത്തെ പ്രാവശ്യം സഹോദരന്മാർ യോസെഫിനെ കണ്ടപ്പോൾ സഹോദരന്മാർക്ക് ഈ സ്തോത്രം യോസെഫിനെ മനസ്സിലായില്ല. ഒന്നാമത്തെ പ്രാവശ്യം ധാന്യം കൊള്ളുവാൻ അവർ വന്നപ്പോൾ ഒന്നാമത്തെ പ്രാവശ്യം സഹോദരന്മാർക്ക് യോസെഫിനെ മനസ്സിലായില്ല. എക്സാക്ട്ലി വേദപുസ്തകം പറയുന്നു, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗലാത്യർ 4:4 കാലസമ്പൂർണതയിൽ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ യഹൂദന്മാർക്ക് യേശു മെസ്സിയ എന്ന് മനസ്സിലായില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ 1:11 പറയുന്നത്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യഹൂദന്മാർക്ക് അവനെ മനസ്സിലായില്ല യേശുവിന്റെ ഒന്നാമത്തെ വരവെങ്കിൽ. എന്നാൽ ഒടുവിലായി അവസാനമായി ഞാൻ പറയട്ടെ, യേശു കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ സ്തോത്രം അവർ മനസ്സിലാക്കുവാൻ വേണ്ടി പോകുന്നു. കാരണം എന്റെ ബൈബിൾ പറയുന്നു,
വായിക്കുന്നു, രണ്ടാമത്തെ പ്രാവശ്യം സഹോദരന്മാർ യോസെഫിന്റെ അടുക്കൽ കടന്നു വന്നപ്പോൾ രണ്ടാം പ്രാവശ്യം സ്തോത്രമതെ സകലരെയും പുറത്താക്കി. ഞാൻ നിങ്ങളുടെ സഹോദരൻ, ഞാൻ യോസെഫ് ആകുന്നു എന്ന് പറഞ്ഞ് അവൻ തന്നെത്താൻ വെളിപ്പെടുത്തിയതുപോലെ ഈ ദിവസങ്ങളിലൊന്ന് സഭ ചേർക്കപ്പെടുക. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളധ്വനിയോടും കൂടെ സ്തോത്രം കാഹളനാദത്തിങ്കൽ സഭ ചേർത്തുകൊള്ളപ്പെടും. 7 വർഷത്തെ മധ്യാകാശത്തിൽ കുഞ്ഞാടിന്റെ കല്യാണത്തിനു ശേഷം യേശു കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷനാകും. മേഘത്തിൽ പ്രത്യക്ഷനാകുന്നത് സഭയ്ക്ക് വേണ്ടി, മഹത്വത്തിൽ പ്രത്യക്ഷനാകുന്നത് ഈ യഹൂദന്മാർക്ക് വേണ്ടി. 1000 ആണ്ട് ഈ ലോകത്തിൽ അരക്ഷാക്ഷി ചെയ്യാൻ, ഞാൻ തമിഴായിരുന്നു പറഞ്ഞത്, സ്തോത്രം 1000 ആണ്ട് ഈ ലോകത്തെ ഭരിപ്പാൻ യേശു കർത്താവ് അവൻ മഹത്വത്തിൽ പ്രത്യക്ഷനാകും. മഹത്വത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ സഖറിയ 13:6 ഓ ലക്ഷം യഹൂദന്മാർ ചോദിക്കും, നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കും. ഓ ഞങ്ങളുടെ ഇമാജിനേഷനിൽ ഉള്ളതായ മെസ്സിഹ മുറിവില്ലാത്തവനാണ്, പെർഫെക്റ്റ് ആണ്. നിന്റെ കയ്യിൽ കാണുന്നതായ ഈ മുറിവെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടവർ ആകുന്ന. യേശുവിന്റെ കയ്യിൽ മുറിവുണ്ട്, യേശുവിന്റെ കാലിൽ മുറിവുണ്ട്. കുഞ്ഞെ നിനക്ക് മുറിവുണ്ടോ? സഹോദരൻ നിനക്ക് മുറിവുണ്ടോ? ദേവദാസനെ നിനക്ക് മുറിവുണ്ടോ? നിനക്ക് മുറിവുണ്ടോ? ധൈര്യമായിരിക്കെ. യേശു കർത്താവ് മുറിഞ്ഞവനാണ്, യേശു മുറിവേറ്റവനാണ്. എന്നാൽ അതേ സമയത്ത് അവൻ ജയിച്ചവനാണ്. യേശു മുറിവേറ്റവനാണ്, അതേസമയത്ത് ജയിച്ചവനാണ്. നിനക്ക് നിന്റെ മുറിവ് കാണും, എനിക്ക് എന്റെ മുറിവ് കാണും. പക്ഷെ നമ്മൾ ആരും തോറ്റവരല്ല, തോറ്റ ചരിത്രം കേൾക്കത്തുമില്ല. പകരം ദൈവകൃപയാൽ നമ്മൾ ജയിച്ചവരത്രേ. രണ്ടാമതായി സ്തോത്രമതേ യേശുവിന്റെ രണ്ടാം വരവെങ്കിൽ യഹൂദന്മാർ അവനെ തിരിച്ചറിയുക. സ്തോത്രം യോസെഫിന്റെ സുവിശേഷം. പഴയ നിയമത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ശമൂവേലുണ്ട്, ദാനിയേലുണ്ട്, മോശയുണ്ട്, പുരോഹിതന്മാരും രാജാക്കന്മാരും പ്രവാചകന്മാരും ഒക്കെയുണ്ട്. പക്ഷേ ലെറ്റ് us imagine the Everest. സ്തോത്രം എവറസ്റ്റിന്റെ അഗ്രത്തിൽ നിൽക്കുന്നത് പോലെ യോസെഫ് കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. പാപത്തെ ജയിച്ച്, ലോകത്തെ ജയിച്ച്. സ്തോത്രം യേശു കർത്താവിനെ റിസംബിൾസ് ആയി, യേശു കർത്താവിനെ മെറ്റഫോറായി, യേശു കർത്താവിനെ ഉപമിച്ചുകൊണ്ട് ഇതാ സ്തോത്രം യോസെഫ് നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യടാ എന്തൊരു ചന്ത. പലരും ദൈവകൃപയെ നിൽക്കുന്നത് കാണുമ്പോ, പലരും നന്നായി പാടുന്നത് കാണുമ്പോ, പ്രവചിക്കുന്നത് കാണുമ്പോ, ജീവിക്കുന്നത് കാണുമ്പോ, പ്രൊഫഷണലി ജ്വലിക്കുന്നത് കാണുമ്പോ നമ്മൾ പറയും, ആ സഹോദരൻ എന്തൊരു ഭംഗിയാണ്, എത്ര നല്ല കാര്യമാണ്, എത്ര നല്ല ഔന്നത്യമാണ്. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം ആര് ജ്വലിച്ചു നിൽക്കുന്നോ അവർക്കെല്ലാവർക്കും ഒരു പ്രോസസ് ഉണ്ട്. ആര് ദൈവത്തിന്റെ കൃപയാൽ ജ്വലിച്ചു നിൽക്കുന്നോ അവർ പോകുന്നത് സെമിനാരി വഴിയല്ല, ജീവിതത്തിന്റെ ഓരോ പ്രോസസ്സിലൂടെയാണ് അവർ ദൈവത്തിന്റെ കൃപയാൽ കടന്നു പോകുന്നത്. നിന്റെ ജീവിതത്തിൽ വിവിധ ക്രമത്തിലുള്ള പ്രോസസ് ഉണ്ട്. ഇന്ന് നീ താഴ്വരയിലായിരിക്കുന്നുവെങ്കിൽ, ഇന്ന് നീ കരയുന്നു എങ്കിൽ, ഇന്ന് നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നുവെങ്കിൽ, ഇൻ ജീസസിനെ നീ ഒരിക്കലും ചാരമായി പോകത്തില്ല. നിന്റെ എവറസ്റ്റിൽ നീ നിൽക്കുന്നത് ആയുസ്സും ആരോഗ്യം ദൈവം തന്നാൽ ഞാൻ കാണുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞാട്ടെ, അടുത്തിരിക്കുന്നവരെ നോക്കി ഒന്ന് ചിരിച്ചാട്ടെ. മാസ്ക് മാറ്റിയാലേ ചിരിക്കാൻ കാണാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് പറഞ്ഞാട്ടെ, സ്തോത്രം എവറസ്റ്റിനെ ചിന്തിച്ചാട്ടെ, എവറസ്റ്റിനെ ചിന്തിച്ചാട്ടെ, എവറസ്റ്റിനെ ചിന്തിച്ചാട്ടെ. ശവക്കുഴിയല്ല ചിന്തിക്കേണ്ടത്, ശവക്കുഴിയല്ല ചിന്തിക്കേണ്ടത്, തകർച്ചയല്ല ചിന്തിക്കുന്നത്. തിരുവനന്തപുരം പട്ടണത്തിൽ നിങ്ങൾ എവിടെയാ, ഏത് പട്ടണത്തിൽ ഇരുന്നാണ് കേൾക്കുന്നത്? ലെറ്റ് us think about എവറസ്റ്റ്. കാരണം ഈ പുസ്തകം പറയുന്നു, നീ പ്രത്യാശിക്കുന്ന ശുഭഭാവി ദൈവമായ കർത്താവ് നിന്നെ കുറിച്ച് ചിന്തിക്കുന്ന, നീ പ്രത്യാശിക്കുന്ന ശുഭഭാവി. Come on, ജൂലൈ മാസം 18-ാം തീയതി let us think about an Everest in Jesus name. Hallelujah. ആരെങ്കിലും പറയുമായിരിക്കും, അയ്യോ ബ്രദറെ, ഓ എന്റെ കാര്യം ബ്രദറിന് അറിയത്തില്ല, എനിക്ക് ഒത്തിരി പ്രശ്നമാണ് അപ്പുറത്തുള്ളത്, ഒത്തിരി വെല്ലുവിളിയാണ് അപ്പുറത്തുള്ളത്. നിനക്കപ്പുറത്ത് വെല്ലുവിളി ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് പരിഹാരത്തിന്റെ ദൈവമുണ്ട്. ആയിരക്കണക്കിന് സ്തോത്രം പ്ലാറ്റ്ഫോമിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അപ്പുറത്തൊരു ഫറവോനുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു മോശയുണ്ട്, അപ്പുറത്തൊരു വെള്ളപ്പൊക്കമുണ്ടെങ്കിൽ ഇപ്പുറത്തൊരു പെട്ടകമുണ്ട്, അപ്പുറത്തൊരു സ്തോത്രം മതി, അപ്പുറത്തൊരു ആഹാബ് ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു ഏലിയാവുണ്ട്, അപ്പുറത്തൊരു സ്തോത്ര ഇസബേൽ ഉണ്ടെങ്കിൽ അവളെ താഴെ തള്ളിയിട് എന്ന് വിളിച്ചു പറയുന്ന ഒരു യേഹൂ ഇപ്പുറത്തുണ്ട്, അപ്പുറത്തൊരു അഗ്രിപ്പ രാജാവുണ്ടെങ്കിൽ ഇപ്പുറത്ത് അവനെ പ്രസംഗിച്ച് ഉറപ്പിക്കുന്ന ഒരു പൗലൂസ് ഉണ്ട്, അപ്പുറത്ത് ഒരു ഹെരോദാവുണ്ടെങ്കിൽ ഇപ്പുറത്ത് അന്ത്യ നിമിഷം വരെ സത്യം സത്യം കൃത്യമെന്ന് ദൂത് വിളിച്ചു പറയുന്ന ഒരു സ്തോത്രം യോഹന്നാൻ സ്നാപകനുണ്ട്.
ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അപ്പുറത്തൊരു പഴയ പാമ്പായ ലൂസിഫർ ഉണ്ടെങ്കിൽ അവന്റെ തലയെ തകർക്കുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹം ഈ പുറത്തുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്ക് വെല്ലുവിളിയുണ്ടോ? നിനക്കൊരു പ്രതിപക്ഷമുണ്ടോ? അതുകൊണ്ടാണ് നീ ദൈവത്തിന്റെ കൃപയാൽ തുരുമ്പെടുക്കാതെ മൂർച്ചയോടെ നിൽക്കുന്നത്. അതുകൊണ്ട് വിമർശിക്കുന്നവർക്കായി സ്തോത്രം, കുറ്റം പറയുന്നവർക്കായി സ്തോത്രം, പിന്നിൽ നിന്ന് കുത്തുന്നവർക്കായി സ്തോത്രം. ആ പിന്നിൽ നിന്ന് കുത്താതിരുന്നെങ്കിൽ ഞാൻ 97 മോഡലിൽ അവിടെ തന്നെ നിന്നേനെ. ആദ്യമെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ എന്ന് പറഞ്ഞ് ഞാൻ ആ പാരമ്പര്യത്തിൽ കുടുങ്ങിയേനെ. എന്നാൽ ആ പിന്നിൽ നിന്ന് കുത്തുന്നത് കൊണ്ടാണ്, പിന്നിൽ നിന്ന് കുത്തുകിട്ടുന്നത് കൊണ്ടാണ്, പിന്നിൽ നിന്ന് കുത്തുകിട്ടുന്നത് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് 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 കൃപയിൽ നിന്ന് കൃപയിലേക്ക്, ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക്, തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക്, വിശ്വാസത്തിൽ വിശ്വാസത്തിലേക്ക് ഞാൻ മുന്നേറുന്നത്. ഹല്ലേലൂയ, 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 യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കാപ്പി മേടിച്ചു കൊടുത്താട്ടെ. സ്തോത്രം. ലോക്ക്ഡൌൺ എല്ലാം മാറിയതിനു ശേഷം ഇൻ ജീസസ് നെയിം. യോസെഫിനും സ്തോത്രം ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. യോസെഫിനും ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. യോസെഫിനെതിരെ സംസാരിക്കുന്നവരുണ്ടായിരുന്നു, ഗൂഢാലോചന നടത്തുന്നവരുണ്ടായിരുന്നു, അസൂയക്കാരുണ്ടായിരുന്നു, അപവാദം പറയുന്നവരുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയെ തടുക്കുവാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. കുറ്റം പറഞ്ഞവർ തോറ്റു, ദൈവത്തിന്റെ പദ്ധതിയുള്ളവൻ ജയിച്ചു. അസൂയക്കാരന്മാർ തോറ്റു, ദൈവത്തിന്റെ പദ്ധതിയുള്ളവർ ജയിച്ചു. ദൈവത്തിന്റെ പദ്ധതിയുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. സ്തോത്രം. മേഘങ്ങൾ വരുമ്പോൾ നമ്മൾ പറയും സീസൺ മാറുകയാണ്, മഴക്കാലം വന്നു. മേഘം മാറി, സ്തോത്രം. നീലാകാശം, നീലാകാശം എന്ന് പറയാൻ പറ്റത്തില്ല, ഗ്രേ ആകാശം, ചാരനിറം, കാരണം ഭയങ്കര പൊല്യൂഷൻ ആണല്ലോ. സ്തോത്രം. അതെ, നീലാകാശം. സ്തോത്രം. കള്ളം പറയാതെ നീലാകാശം വരുമ്പോൾ നമ്മൾ പറയും നല്ല വേനൽക്കാലമാണ്. ഇൻ ജീസസ് നെയിം. ഇന്ന് പകൽക്കാലം ഈ 18-ാം തീയതി എന്റെ കർത്താവ് പറഞ്ഞത്, പോയി എന്റെ മക്കളോട് പറ, അവിടെ സീസൺ മാറാൻ പോകുകയാണ്. അവിടെ സീസൺ മാറാൻ പോകുകയാണ്. അവിടെ സീസൺ മാറാൻ പോകുകയാണ്. എന്നും ഒരേ സീസൺ അല്ല, എന്നും ഒരേ കണ്ണുനീരല്ല, എന്നും ഒരേ വ്യഥയല്ല, എന്നും ഒരേ കാത്തിരിപ്പല്ല, എന്നും മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടി 10 തരോ 50 തരോ 100 തരോ 500 കിട്ടോ എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടുന്ന സീസൺ അല്ല. സീസൺ മാറാൻ പോകുന്നു. 4 പേര് നോക്കി പറ, നമ്മളെ കാര്യ പറഞ്ഞ, പെട്ടെന്ന് പറ, നമ്മളെ കാര്യ പറഞ്ഞ, സീസൺ മാറാൻ പോവാ, പെട്ടെന്ന് പറഞ്ഞ. സീസൺ മാറാൻ പോകുകയാണ്, സീസൺ മാറാൻ പോകുകയാണ്. യോസെഫിൽ നോക്കുമ്പോൾ അവന്റെ വസ്ത്രം മാറുന്ന സമയത്ത് അവന്റെ സീസൺ മാറുകയാണ്. അവന്റെ വസ്ത്രം മാറുന്ന സമയത്ത് അവന്റെ സീസൺ മാറുകയാണ്. അവന്റെ വസ്ത്രം മാറുന്ന സമയത്ത് അവന്റെ വസ്ത്രം മാറുന്ന സമയത്ത് അവന്റെ സീസൺ മാറുകയാണ്. ഇൻ ജീസസ് നെയിം. യോസെഫ് ജനിച്ചു വളർത്തപ്പെട്ടത് ഒരു പോർണോഗ്രാഫി ഫാമിലിയിൽ അല്ല, തുണി മാറ്റുന്ന കുടുംബത്തിലല്ല, തുണി ഉടുക്കുന്ന കുടുംബത്തിലാണ് യോസെഫ് ജനിച്ചു വളർത്തപ്പെട്ടത്. കഴിഞ്ഞിടയ്ക്ക് സ്തോത്രം ഒരു കുടുംബത്തെ ഞാൻ കൗൺസിൽ ചെയ്യായിരുന്നു. സ്തോത്രം ടോട്ടലി കംപ്ലീറ്റ് എനിക്ക് പറയാൻ തൊക്കെ കഴിയാത്തല്ലോ. സ്വന്തം അപ്പന്റെ സഹോദരൻ ഒരു കുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കാൻ, നിന്റെ അങ്കിള്, നിന്റെ അപ്പൻ, നിന്റെ കൊച്ചപ്പൻ, നിന്റെ വലിയപ്പൻ നിന്റെ തുണി മാറ്റുന്നെങ്കിൽ ഇവിടെ നല്ല പോലീസുകാരുണ്ട്. സ്തോത്രം. അതെ, വിളിച്ചു പറഞ്ഞാട്ടെ. കാരണം ഈ പുസ്തകം പറയുന്നു, നിന്റെ ശരീരത്തിന്മേൽ ദൈവത്തിനും നിനക്കും മാത്രമാണ് അധികാരം. ബാക്കിയുള്ള ദുഷ്ടജന്തുക്കൾ നിന്നിൽ നിന്ന് അകന്നു നിൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. എല്ലാ പോലീസിനെ അറിയത്തില്ലെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, ചർച്ചിനെ അറിയിക്കുക. ഇൻ ജീസസ് നെയിം. അങ്ങനെയുള്ളവൻ ജയിലിടിഞ്ഞാലും പുറത്തു വരില്ല. സ്തോത്രം. യോസെഫിന്റെ കുടുംബം എന്ന് പറയുന്നത് തുണി മാറ്റുന്ന കുടുംബമല്ല, തുണി ഉടുക്കുന്ന കുടുംബമാണ്. മദ്യപിച്ച് സ്തോത്രം വിവസ്ത്രനായി മൃഗങ്ങളെ പോലെ കിടക്കുന്ന കുടുംബങ്ങളല്ല. അങ്ങനെയുള്ള കുടുംബങ്ങൾ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുവെങ്കിൽ സകല മദ്യപാനത്തിന്റെ ആഭാസ ആത്മാവ് യേശുവിന്റെ നാമത്തിൽ ആ ഭവനങ്ങളിൽ നിന്ന് പുറത്തു പോകട്ടെ. പകരം സ്തോത്രം. യേശാവ് കണ്ണ് കാണാത്തവനായി. അപ്പനെ കണ്ണ് കാണത്തില്ല, അപ്പനെ കണ്ണ് കാണത്തില്ല. അതുകൊണ്ട് മക്കളെ, തുണി മാറ്റിയിട്ട് വാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം എന്നല്ല പറഞ്ഞത്. യേശാവിന്റെ കാര്യത്തിൽ അവൻ പറയുന്നു, നിന്റെ വിശേഷ വസ്ത്രം ധരിച്ചിട്ട് വാ, നിന്റെ വിശേഷ വസ്ത്രം ധരിച്ചിട്ട് വാ. കാരണം ഇത് അപ്പുറത്തെ മാർജിൻ ഫ്രീ കിട്ടുന്ന അനുഗ്രഹമല്ല, അപ്പുറത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കിട്ടുന്ന അനുഗ്രഹമല്ല, മേലത്തെ അനുഗ്രഹമാണ്. മേലത്തെ അനുഗ്രഹം കിട്ടണമെങ്കിൽ നേരെ ചവയെ തുണി ഉടുക്കണമെന്ന്.
ഒരു പാസ്റ്റോറിയൽ വോയിസിൽ ഞാൻ പറയട്ടെ, ഇൻ ജീസസ് നെയിം, ഹല്ലേലൂയ. സ്തോത്രം. നേരെ ചൊവ്വേ തുണി ഉടുക്കണം. സ്തോത്രം. ചിലര് ഈ വളർന്നത് അറിയത്തില്ല കേട്ടോ. ഈ വളർന്നത് കുഞ്ഞുങ്ങളാകുമ്പോൾ നമ്മൾ ധരിക്കുന്ന വസ്ത്രമല്ല മുതിർന്നവരാകുമ്പോൾ നമ്മൾ ധരിക്കുന്നത്. ചിലരുടെ ശരീരം വളരുന്നുണ്ട്, പക്ഷേ പലരുടെയും ബുദ്ധി വളരുന്നില്ല, മന്ദബുദ്ധികളാ. അതുകൊണ്ട് അവർ വളരുന്നത് അറിയത്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത രീതിയിലാണ് പലതും ഡ്രസ് ചെയ്ത് നടക്കുന്നത്. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്ക് പേടിയായി, ഇത് ഏത് വഴിക്കാ പൊട്ടി തകർന്ന് പുറത്തേക്ക് പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. ഇൻ ജീസസ് നെയിം. അത് തുണി അഴിക്കുന്ന സ്തോത്രം കുടുംബമല്ല, അത് ബോഡി ഷേപ്പ് കാണിക്കുന്ന കുടുംബമല്ല, അത് മാനം മര്യാദയ്ക്ക് വസ്ത്രം ഉടുക്കുന്ന സ്തോത്രം കുടുംബമെന്ന് എന്റെ വിശുദ്ധ പുസ്തകം പറയുന്നു. ഇന്ന് പകൽക്കാലം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്. സ്തോത്രം. തുണി ഉടുത്തേച്ച് വാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അതാണ് കണ്ണ് കാണത്തില്ലെങ്കിലും ഇസഹാക്ക് പറഞ്ഞത്. അതുകൊണ്ട് ആ വീട്ടിൽ എന്തുകൊണ്ട് അത് തുണി ഉടുക്കാതെ നടക്കുന്ന കുടുംബമല്ല. 7 വസ്ത്രങ്ങൾ. ഒന്നാമത്തെ വസ്ത്രമായി യോസെഫിനുള്ളത് ഹൗസ് കോട്ട്. സ്തോത്രം. വീട്ടിലെ വസ്ത്രം. എല്ലാവരും പറഞ്ഞാട്ടെ, വീട്ടിലെ വസ്ത്രം. പറഞ്ഞാട്ടെ, വീട്ടിലെ വസ്ത്രം. സ്തോത്രം. അടുത്തിരിക്കുന്നവരെ നോക്കി പറഞ്ഞാട്ടെ, വീട്ടിലും വസ്ത്രമുണ്ട്. പെട്ടെന്ന് പറഞ്ഞേ, വീട്ടിലും വസ്ത്രമുണ്ട്. വീട്ടിലും വസ്ത്രമുണ്ട്. വെളിയിൽ മാത്രം നന്നായി ഗ്രാമറായി നടന്ന് വീട്ടിൽ സ്തോത്രം അതേ മൃഗങ്ങളെ പോലെ ജീവിക്കല്. ഈ യോസെഫിന് അവന് വീട്ടിൽ വസ്ത്രമുണ്ട്. ഇന്റർനെറ്റിൽ ഇത് കിട്ടത്തില്ല. ഇന്റർനെറ്റിൽ 4 കോട്ടയുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് സ്തോത്രം അതേ നമ്പർ 1 അവന് വീട്ടിൽ വസ്ത്രമുണ്ട്. കാരണം അതാണ് അവരുടെ ട്രഡീഷൻ, അതാണ് അവരുടെ നല്ല പാരമ്പര്യം. നല്ല പാരമ്പര്യമുള്ള അപ്പന്മാർക്കും അമ്മമാർക്കും കുടുംബക്കാർക്കുമായി സ്തോത്രം. 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാടെ. നമ്പർ 1 വീട്ടിലെ വസ്ത്രം. എന്നാൽ സ്തോത്രം അവന്റെ ജ്യേഷ്ഠന്മാർ, അവന്റെ സഹോദരന്മാർ വീട്ടിലെ വസ്ത്രം മാറ്റി സ്വന്തം അപ്പന്റെ സ്റ്റെപ്പ് മദർ, സ്വന്തം അപ്പന്റെ ഭാര്യമാരോട് വസ്ത്രം മാറ്റി വ്യഭിചാരം ചെയ്ത് അവരുടെ കിടക്കയെ അവർ മലിനമാക്കുമ്പോൾ, ഒരിക്കൽ കൂടെ അപ്പന്റെ ഭാര്യമാരോട് ശയിച്ച് വസ്ത്രം മാറ്റി വ്യഭിചാരം ചെയ്യുമ്പോൾ, അവരുടെ കിടക്ക മലിനമാക്കുമ്പോൾ, അവരുടെ കിടക്ക സ്വന്തം ജ്യേഷ്ഠന്മാർ യാക്കോബിന്റെ മറ്റു മക്കൾ മലിനമാക്കുമ്പോൾ, അവരിൽ നിന്നും അവരുടെ കിടക്കയിൽ നിന്നും അകന്നു നിന്നവനായ ദൈവം ആ കുടുംബത്തിൽ ഒരുവനെ കണ്ടു. അവന്റെ കിടക്കം നിർമ്മലമാണ്. സ്തോത്രം. അവൻ ഇതാ ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവം അവനോട് കൂടെ ഇരുന്ന് സ്വപ്നം നൽകുകയാണ്. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, ഉറങ്ങിക്കിടക്കുമ്പോൾ ദൈവശബ്ദം കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സിമ്പിൾ. ഉണർന്നിരിക്കുമ്പോൾ ദൈവത്തോട് കൂടെ ഇരുന്നാൽ മതി. ഉണർന്നിരിക്കുമ്പോൾ ദൈവത്തോട് കൂടെ ഇരിക്കുന്നെങ്കിൽ നീ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാത്തവൻ, ഉറങ്ങാത്തവൻ, അവൻ നിന്റെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. രാവിലെയായി എല്ലാരും ഗുഡ് മോർണിംഗ് പറഞ്ഞ് എഴുന്നേറ്റു. മാമി, ആന കുത്താൻ ഓടിച്ചേ, പോത്തു തൊഴിക്കാൻ വന്നേ, പാമ്പ് കടിക്കാൻ വന്നേ, തേള് കുത്തിയേ എന്ന് പറഞ്ഞ് ദുഷ്ട സ്വപ്നമല്ല യോസേഫ് പറഞ്ഞത്. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ, every spirit of nightmares, let it go in Jesus name. എല്ലാ ഭയത്തിന്റെ സ്വപ്നങ്ങളും യേശുവിന്റെ നാമത്തിലെ കുഞ്ഞുങ്ങളിൽ നിന്ന്, ആ ഭവനങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പകരം ദൂതന്മാരുടെ സ്വപ്നം അവരെ കാണട്ടെ, സ്വർഗത്തിന്റെ സ്വപ്നം അവരെ കാണട്ടെ, കർത്താവിന്റെ സ്വപ്നം അവരെ കാണട്ടെ. ഭീതിയുടെയും തകർച്ചയുടെയും രോഗത്തിന്റെയും സ്വപ്നമല്ല, ദൈവകൃപയുടെ സ്വപ്നം അവരെ കാണട്ടെ. 2 കരങ്ങളെ ചലിപ്പിച്ച ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിച്ചാടെ. ഇൻ ജീസസ് നെയിം. ഈ സഭായോഗത്തിന് ശേഷം സ്വർഗത്തിന്റെ ചേംബറുകൾ തുറന്ന് സ്വപ്നങ്ങളും ദർശനങ്ങളും, ദർശനങ്ങളും സ്വപ്നങ്ങളും, സ്വപ്നങ്ങളും ദർശനങ്ങളും യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ലെറ്റ് മീ ടെൽ യു ഇൻ ജീസസ് നെയിം, ഈ ദിവസങ്ങളിൽ മിക്കവാറും എല്ലാ പ്രഭാതങ്ങളിലും നിന്റെ മക്കൾ സ്വർഗീയ ദർശനങ്ങളും സ്വപ്നങ്ങളുമായി കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ വേണ്ടി പോകുന്നു. കൊച്ചുകുട്ടികളെ പോലെ നോക്കി ദൈവത്തിന്റെ കൃപയാൽ ഞാൻ പ്രവചിക്കുന്നു. ദാനിയേലിന്റെ ദൈവം, ശമൂവേലിന്റെ ദൈവം, യോസേഫിന്റെ ദൈവം ചെറിയ പ്രായത്തിലെ സ്വപ്നങ്ങളുടെ ദർശനങ്ങളുടെ ദൈവം നിങ്ങളോട് സംസാരിപ്പാൻ പോകുന്നു. നിന്റെ തലമുറയോട് സംസാരിപ്പാൻ പോകുന്നു. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ, സംസാരിക്കും കർത്താവേ. പറ സംസാരിക്കും കർത്താവേ. ഉന്മോചായി ഞങ്ങളോട് സംസാരിക്കും കർത്താവേ. സ്തോത്രം. അതേ കിടക്കയിൽ നിന്ന് ബാക്കിയുള്ള എല്ലാവരും അതേ വ്യഭിചാരം നാട്ടത്തിൽ വരുമ്പോൾ ഇവൻ സ്വപ്നത്തിന്റെ സുഗന്ധത്തിൽ വന്നിട്ട് പറയുന്നു, പാപ്പ, ഇന്നലെ രാത്രി എനിക്കൊരു സ്വപ്നമുണ്ടായി. യാക്കോബിന് ചൈതന്യം വന്നു, യാക്കോബിന് രോമാഞ്ചം വന്നു കാണും. കാരണം സ്തോത്രം, പണ്ടത്തെ ഒരു സ്വപ്നമാണ് തന്നെ ഇത്രത്തോളം എത്തിച്ചതും ഇനി നടത്തുവാൻ പോകുന്നത്. കല്ല് തലയണയായി തീർന്നതായ ആ രാത്രിയിലെ സ്വപ്നം, സ്വർഗം തുറക്കപ്പെട്ട് അറ്റം കാണാത്ത ഗോവേണി കണ്ടിട്ടാണ്, ആ സ്വപ്നം കണ്ടിട്ടാണ് യാക്കോബ് വന്നത്. അയ്യോ, ഈ പാരമ്പര്യ അനുഗ്രഹം അടുത്ത ആരമേൽ കടന്നു വരുമെന്ന് ചിന്തിക്കുമ്പോഴാണ് ഏകദേശം 17 വയസ്സ് പ്രായമുള്ളവൻ
ദൂതൻ വന്ന് പറയുന്നത്, സ്തോത്രം, എനിക്കൊരു സ്വപ്നം ഉണ്ടായി, ദൈവം എനിക്കൊരു സ്വപ്നം തന്നു. പ്രത്യേകിച്ച് അവൻ റാഖേലിന്റെ മകനാണ്, പോരെങ്കിൽ പാരമ്പര്യ അനുഗ്രഹം അവന്റെ പേരാണ് എന്ന് മനസ്സിലാക്കി യാക്കോബ് രണ്ടാമതൊരു വസ്ത്രം അവന് കൊടുത്തതായി വേദപുസ്തകം പറയുന്നു. 7 വസ്ത്രങ്ങളിൽ രണ്ടാമത്തേത് ദ കോട്ട് ഓഫ് മെനി കളേഴ്സ്. ഉൽപ്പത്തി പുസ്തകം സ്തോത്രം 37:3 വാക്യം വേദപുസ്തകം പറയുന്നു, ഓ എല്ലാ മക്കളുടെ അവനെ സ്നേഹിച്ച് അവനൊരു നില അങ്കി അവന് കൊടുത്തു. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു കോട്ട് ഓഫ് മെനി കളേഴ്സ്. ഓ നില അങ്കി അവന് കൊടുത്തു. എല്ലാവരും പറഞ്ഞാട്ടെ, നില അങ്കി. നില അങ്കി എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ജൂഷ് തൽമൂദ് പറയുന്നു, രൂബേനോ ശിമയിയോ അല്ല യഹൂദയോ ഇസാഖാറോ നഫ്താലിയോ ബാക്കിയുള്ളവരുടെ അങ്കിക്കെല്ലാം അരക്കയ്യൻ അങ്കിയാണ്, ഹാഫ് സ്ലീവ് ആണ്, അല്ലെങ്കിൽ ഷോർട്ട് സ്ലീവ് ആണ്. സ്തോത്രം, അരക്കയ്യാണ്. ഓ എന്തുകൊണ്ട് ഫുൾ സ്ലീവ് കൊടുത്തില്ല? അവന്മാരെല്ലാം ജോലി ചെയ്യണം. എന്നാൽ ഈ നിലയങ്കിയുടെ പ്രത്യേകത, യോസെഫിന് കൊടുത്ത ആ സ്തോത്രം നിലയങ്കി, ഇറ്റ് വാസ് ഇൻ ഷോർട്ട് സ്ലീവ്, ഇറ്റ് ഈസ് ഫുൾ സ്ലീവ്. അത് ഫുൾ സ്ലീവ് ആണ്. അത് ഫുൾ സ്ലീവ് ആയതുകൊണ്ട് അപ്പൻ പറഞ്ഞു, സ്തോത്രം, നീ അധ്വാനിക്കണ്ട, നീ അധ്വാനിക്കണ്ട, നിന്റെ ജോലികൾ കൂടെ മറ്റുള്ളവർ ചെയ്യട്ടെ. അതിന്റെ പേരാണ് ഫേവർ. ഇന്ന് പകൽക്കാലം ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, നീ കഠിനമായി അധ്വാനിക്കണ്ട. നിനക്ക് വേണ്ടി അവിടെ 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 വേറെ ചിലരെ അപ്പോയിന്റ് ചെയ്ത് അവരുടെ അധ്വാനത്തിൽ നീ കൊയ്യുവാൻ വേണ്ടി പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. സ്നേഹിച്ച് അവനൊരു നിലയങ്കി കൊടുത്തു. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്നു കോട്ട് ഓഫ് മെനി കളേഴ്സ്, പല നിറത്തിന്റെ അങ്കി. ഇന്ന് പകൽക്കാലം പുതിയ നിയമത്തിലെ ദൈവസഭ കേൾക്കട്ടെ, നിന്റെ ജീവിത വസ്ത്രം സിംഗിൾ കളർ അല്ല. അയ്യോ, എനിക്ക് ഡോക്ടറാകാനേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് എഴുതാനേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പറയാനേ പറ്റത്തുള്ളൂ, എനിക്ക് അത് പറ്റത്തില്ല, എനിക്ക് ഇത് പറ്റത്തില്ല, എനിക്ക് പാട്ട് പറ്റത്തില്ല, കേട്ടോ, എനിക്ക് പഠിപ്പ് പറ്റത്തില്ല. നോ, ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ നിന്റെ വസ്ത്രം മാറുകയാണ്. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, വസ്ത്രം മാറുകയാണ്, വസ്ത്രം മാറുകയാണ്, സീസൺ മാറുകയാണ്, സീസൺ മാറുകയാണ്. ഇൻ ജീസസ് നെയിം. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഈ വെബ് സ്ട്രീം കാണുന്നതായ സകല വ്യക്തികളെ നോക്കി ഞാൻ പറയട്ടെ, നോ മോർ സിംഗിൾ കളർ ബട്ട് മൾട്ടി കളർ ഇൻ ജീസസ് നെയിം. വിവിധ നിറങ്ങൾ, വിവിധ നിറങ്ങൾ, വിവിധ നിറങ്ങൾ. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിവിധ നിറങ്ങൾ നിന്റെ മേൽ കടന്നു വരുന്നു. വിവിധ എബിലിറ്റി നിന്റെ മേൽ ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നു. പല കഴിവുകൾ നിന്റെ മേൽ ഒഴുകി ഇറങ്ങുന്നു. ഇന്ന് പകലും ഒരു എണ്ണ ഇങ്ങനെ ഒഴുകുന്നത് പോലെ ആരെങ്കിലും അനുഭവിക്കുന്നു എങ്കിൽ, ഇന്ന് പകൽക്കാലം ആരോ എന്നെ പിടിച്ചു എന്ന് തോന്നുന്നെങ്കിൽ, ആരോ എന്നെ തൊട്ടു എന്ന് തോന്നുന്നെങ്കിൽ, അതൊരിക്കലും മനുഷ്യന്റെ കൈ അല്ല. ആ കൈയിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു ആണി പഴുത നിനക്ക് കാണുവാൻ തൊക്കെ കഴിയും. നിന്റെ കുടുംബത്തിൽ ആർക്കുമില്ലാത്ത മൾട്ടി കളർ, നിന്റെ ക്ലാസ് റൂമിൽ ആർക്കുമില്ലാത്ത മൾട്ടി കളർ, നിന്റെ സ്കൂൾ ക്യാമ്പസിൽ, കോളേജ് ക്യാമ്പസിൽ ആർക്കുമില്ലാത്ത മൾട്ടി കളർ. ഹേ എക്സ്ക്യൂസ് മീ, മിഷൻ പ്ലാറ്റ്ഫോമിൽ വേറെ ആർക്കുമില്ലാത്ത മൾട്ടി കളർ ഇൻ ജീസസ് നെയിം. ഇന്ന് പകൽ മുതൽ നിന്നെ ഒതുക്കുവാൻ ആർക്കും കഴിയത്തില്ല. നിനക്കത് പറ്റത്തില്ല, നിനക്കിത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുവാൻ കഴിയത്തില്ല. പകരം യേശുവിൻ നാമത്തിൽ നിന്റെ സാക്ഷ്യം ഞാനൊന്ന് പറയട്ടെ, നിന്റെ സാക്ഷ്യം ഞാനൊന്ന് പറയട്ടെ, നിന്റെ സാക്ഷ്യം ഞാൻ പറയട്ടെ സഭയെ. I can do all things in Christ Jesus who strengthens me. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ, നീ ഇളയവനെന്ന് പറഞ്ഞവരുടെ നടുവിൽ, നീ പറ്റത്തില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ എന്റെ കർത്താവ് പറയുന്നു, സ്തോത്രമതി മൾട്ടി കളർ. ഓ, സകല കഴിവുകളാൽ കർത്താവ് നിറയ്ക്കട്ടെ. യേശു കർത്താവ് ചുമന്നത് സിംഗിൾ കളർ അല്ല, യേശു കർത്താവ് ചുമന്നത് മൾട്ടി കളറാണ്. അപ്പോസ്തലർ 10:38 How God the Father anointed Jesus Christ of Nazareth with the Holy Ghost and with the power. യേശുവിനെ പിതാവായ ദൈവം പരിശുദ്ധ ആത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തപ്പോ അവൻ സിംഗിൾ കളർ അല്ല ചുമന്നത്, മൾട്ടി കളർ. ഓ, ക്രിസ്തുവിന്റെ നിറവ് നിന്റെ മേൽ വെളിപ്പെടട്ടെ. മൾട്ടി കളർ. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് ദൈവത്തിന്റെ ജനം ദൈവത്തെ സ്തുതിച്ചാടെ. ഹല്ലേലൂയ. സഹോദരന്മാർക്ക് എങ്ങനെ BP കൂടാതിരിക്കും? അവർ ഇപ്രകാരം പറഞ്ഞു, ഞങ്ങളുടെ സിംഗിൾ കളർ പോലും നല്ലതല്ല, പിന്നെ ഇങ്ങനെ സ്തോത്രം മൾട്ടി കളർക്ക് അവർക്ക് അഡ്ജസ്റ്റ് ആകുക. ഹല്ലേലൂയ. ഞാൻ കൊള്ളതിൽ പോലും അത് നല്ലതായി നടക്കുന്നില്ല. പക്ഷെ അവനെ നോക്കുമ്പോ അവന് ഒന്നുമില്ല, ഇവന് സകലതുമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ആരും മൗനമാകൽ. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഓ, പറയേണ്ടത് പോലെ നീ പറയും. എങ്ങനെയെങ്കിലും പറയുമെന്നല്ല ഞാൻ പറയേണ്ടത്, പറയേണ്ടത് പോലെ നീ പറയും. പ്രസംഗിക്കേണ്ടത് പോലെ നീ പ്രസംഗിക്കും. പഠിപ്പിക്കേണ്ടത് പോലെ നീ പഠിപ്പിക്കും. ആരാധിക്കേണ്ട
ആരാധിക്കേണ്ട പോലെ നീ ആരാധിക്കും, സ്തുതിക്കേണ്ട പോലെ സ്തുതിക്കും, എഴുതേണ്ട പോലെ നീ എഴുതാം. ഇൻ ജീസസ് നെയിം, യേശുവിന്റെ നാമത്തിൽ നിനക്ക് പരിധികൾ ഇല്ല, നിനക്ക് പരിമിതികൾ ഇല്ല, നിനക്ക് പരിധികൾ ഇല്ല. കമാൻ, നിനക്ക് പരിധികൾ ഇല്ല, നിനക്ക് പരിമിതികൾ ഇല്ല. ഇൻ ജീസസ് നെയിം. ഏത് കാര്യത്തിലും നിന്നെ ഒരു ട്രാഫിക് ബ്ലോക്കിലും ഞാൻ കാണത്തില്ല, ഏത് കാര്യത്തിലും നിന്നെ ഞാൻ പിൻപിൽ കാണത്തില്ല, പകരം നീ മുൻപിലായിരിക്കും. കോട്ട് ഓഫ് മെനി കളേഴ്സ്, കോട്ട് ഓഫ് മെനി കളേഴ്സ്. വേദപുസ്തകം പറയുന്നു, സഹോദരന്മാർ അസൂയ പൂണ്ട് അപ്പനിട്ടതായ ആ കോട്ടിനെ അവർ ഊരി, അപ്പനിട്ട കൂട്ടനെ അവർ ഊരിയിട്ട് ഇവനെ പിടിച്ച് ശെഖേം, ഇന്നത്തെ ശമരിയ, ഇന്നത്തെ വെസ്റ്റ് ബാങ്ക്, സ്തോത്രം, ശമരിയയിലെ വെസ്റ്റ് ബാങ്കിലുള്ളതായ ആ ശെഖേം പ്രദേശത്തുള്ളതായ സ്തോത്രം ഒരു പൊട്ടക്കിണറ്റിൽ അവനെ തള്ളിയിട്ടു. പൊട്ടക്കിണർ കുഴിച്ചത് യാക്കോബാണ്, പക്ഷെ വെള്ളം കണ്ടില്ല. സ്തോത്രം, വലിയ പ്രതീക്ഷയോടെയാ പുള്ളി കുടിച്ചു തുടങ്ങിയത്. സ്തോത്രം, പ്രതീക്ഷയോടെയാ കുടിച്ചത്, പക്ഷെ വെള്ളം കണ്ടില്ല. അല്ലാതെ ഒരു എക്സസൈസിന് വേണ്ടിയല്ല കുടിച്ചത്, നേരം പോക്കിനല്ല കുടിച്ചത്. കുറച്ച് ആൾക്കാരുണ്ട് അതുകൊണ്ട് കുടിക്കാം. നോ 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 നോ, വലിയ പ്രതീക്ഷയോടെയാണ് അപ്പൻ കുടിച്ചത്, പക്ഷെ അപ്പന് വെള്ളം കാണാൻ കഴിഞ്ഞില്ല. ദൂതാണ്, നിന്റെ അപ്പൻ പ്രതീക്ഷിച്ചിട്ട് പകുതി വഴിയിൽ നിർത്തിക്കളഞ്ഞ മിഷൻസ് നിന്റെ കാലത്ത് ഫുൾഫിൽ ചെയ്യാൻ പോവാ. നിന്റെ അപ്പന്മാർക്ക് കഴിയാതെ വിട്ടുകളഞ്ഞതായ കാര്യങ്ങൾ നിന്റെ പൂർവ്വ പിതാക്കന്മാർ, നിന്റെ ഗ്രാൻഡ് ഫാദർ, നിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ, ഇൻ ജീസസ് നെയിം, ഹല്ലേലൂയ, കുട പിടിച്ചു നിൽക്കുന്നത് പോലെയുള്ള ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറട്ടെ. യെസ് യെസ്, ജൂലൈ 18 ഉറവകൾ തുറക്കുകയാണ്, ഉറവകൾ തുറക്കുകയാണ്. പൊട്ടക്കിണറ്റിൽ ഉറവകൾ തുറക്കുകയാണ്. എല്ലാവരും നോക്കി പറ, ഉറവകൾ തുറക്കുകയാണ്, ഉറവകൾ തുറക്കുകയാണ്, ഉറവകൾ തുറക്കുകയാണ്. വേദപുസ്തകം പറയുന്നു, അവനെ പൊട്ടക്കിണറ്റിൽ അവനിക്ക് ഇതാ സ്തോത്രം തള്ളിയിട്ടു. അവന്റെ വസ്ത്രത്തെ ഊരിയെടുത്തിട്ട് അവന്റെ വസ്ത്രം പോയി, അവന്റെ കോട്ട് ഓഫ് മെനി കളേഴ്സ് പോയി. അണ്ടർ ഗാർമെന്റ്സ് മാത്രമായി, അടിവസ്ത്രം മാത്രമായി, ലജ്ജിച്ചവനായി, തല താഴ്ത്തിയവനായി, അപമാനിക്കപ്പെട്ടവനായി അവൻ ആ കുഴിയിൽ വീണു. പകൽക്കാലം ആരോ പറയുന്നു, അതാണ് സ്തോത്രം, അതെ, ഈ എന്റെ കാര്യം, എന്റെ നന്മകളെല്ലാം അവർ തട്ടിയെടുത്തു, എന്നെ അവർ നാണം കിടത്തി, എന്നെ കുഴിയിൽ തള്ളിയിട്ടു. ഞാനിതാ ഒറ്റപ്പെട്ടിരിക്കുന്നു, ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് കരയുന്നു. എന്റെ കരച്ചിൽ നാട്ടുകാർ കേൾക്കുന്നില്ല, ബന്ധുക്കൾ കേൾക്കുന്നില്ല, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, ആരും എന്നെ വിളിക്കത്തില്ല, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു, ഞാൻ കുഴിയിൽ കിടക്കുന്നു. എന്നാൽ ഇത് പകൽക്കാലം ഗ്യാരണ്ടിയാ ഞാൻ പറയട്ടെ, കേൾക്കേണ്ടവൻ, കേൾക്കേണ്ടവൻ നിന്റെ കണ്ണുനീർ കേൾക്കുന്നുണ്ട്, കാണേണ്ടവൻ നിന്റെ അവസ്ഥ കാണുന്നുമുണ്ട്, കേൾക്കേണ്ടവൻ നിന്റെ നിലവിളി കേൾക്കുന്നു, കാണേണ്ടവൻ നിന്റെ അവസ്ഥ കാണുന്നു. ഈ കുഴിയിലേക്ക് ഞാൻ വീണ്ടും വരും, ഈ ദൂതിന്റെ അവസാനം ഞാൻ വീണ്ടും വരും. ആ കുഴിയിൽ നിന്ന് അവനെ വലിച്ചു കയറ്റി 20 വെള്ളി കാശിനെ യഹൂദയുടെ നേതൃത്വത്തിൽ അവനിക്ക് ഇതാ സ്തോത്രം, അതെ, അന്യജാതിക്കാർക്ക് വിറ്റു. ഇസ്മായിലിന്റെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്ത് അവനെ അടിമ ചന്തയിൽ കൊണ്ടുവന്ന് നിർത്തി. അടിമ ചന്തയിൽ, അടിമ ചന്തയിൽ ഒന്ന് നിർത്തണമെങ്കിൽ യഹൂദ തൽമൂദ് പറയുന്നു, സ്കൂൾ യൂണിഫോമത്തിലോ വീട്ടിലെ വസ്ത്രത്തിലോ അടിമ ചന്തയിൽ നിൽക്കാൻ കഴിയത്തില്ല. ഇവൻ ചരക്ക, അടിമ വസ്ത്രത്തിൽ മാത്രമേ ഇവൻ അടിമ ചന്തയിൽ നിൽക്കാൻ കഴിയത്തുള്ളൂ. 7 വസ്ത്രങ്ങളിൽ സഹോദരി സഹോദരന്മാരെ, 3ാമത്തെ വസ്ത്രം ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് അടിമ വസ്ത്രം. തന്റെ കംഫർട്ട് സോണിൽ നിന്ന്, ദൈവം കംഫർട്ട് സോണിൽ നിന്ന് സ്തോത്രം അവൻ പുറത്തിറങ്ങി അടിമ വസ്ത്രം ധരിച്ച് അവരായിരിക്കുകയാണ്. ഇന്ന് പൽക്കാലം ആരോ പറയുന്നത്, നിനക്ക് ഡിഗ്രി ഉണ്ട്, നിനക്ക് നന്മകളുണ്ട്, പക്ഷെ ഏതോ നുഖങ്ങളുടെ കീഴിൽ നീ അടിമയായിരിക്കുകയാണ്, മനുഷ്യന്റെ കീഴിൽ നീ അടിമയായിരിക്കുകയാണ്. എന്നാൽ ഈ ദൂത് നിനക്കുള്ളതായ ബ്ലൂ പ്രിന്റ് ആണ്. ഈ മാസങ്ങളിൽ, ഈ ആഴ്ചകളിൽ നിനക്കുള്ളതായ ദൂതാണിത്. നിന്റെ അടിമത്തത്തെ എന്റെ കർത്താവ് തകർക്കുകയാണ്. നിന്റെ അടിമത്തത്തിൽ നിന്ന് നിന്റെ ഐഡന്റിറ്റിയിലേക്ക് തമ്പുരാന്റെ താൻ നിന്നെ കയറ്റാൻ വേണ്ടി പോകുന്നു. നീ ആരുടെയും അടിമ അല്ല. സകല ചങ്ങലകൾ ഉടയട്ടെ. തിരുവചനം പറയുന്നു, യെശയ്യാ 10:27, യെശയ്യാ 10:27, അഭിഷേക നുഖങ്ങളെ തകർക്കുന്നു. ആർക്ക് വേണം? ആർക്ക് വേണം? അഭിഷേകം നുഖങ്ങളെ തകർക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ജനത്തിന്റെ ഡെസ്റ്റിനിക്കെതിരെ, എവിടെ ലക്ഷ്യത്തിനെതിരെ, എവിടെ പദവിക്കെതിരെ പിശാച് പിടിച്ചു വച്ചിരിക്കുന്ന സകല നുഖങ്ങളെ ഉടയുവാൻ അഭിഷേകത്തിന്റെ പകർച്ച, ഒരിക്കൽ കൂടെ, അഭിഷേകത്തിന്റെ പകർച്ച, അഭിഷേകത്തിന്റെ പകർച്ച
ഉയർച്ച ഇതാ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഭവനങ്ങളായിരിക്കുന്നവർ ആരാധിക്കേണ്ടവർ ആരാധിക്കുക. ആരെങ്കിലും ശ്രേണിം ദ സ്പിരിറ്റ് ഇന്ന് പകൽ ആ വീട്ടിൽ അനുഭവിക്കുന്നുവെങ്കിൽ, ആത്മശക്തിയിൽ നിലത്തി വീഴുന്നെങ്കിൽ, ഞാനതിന് ഉത്തരവാദിയല്ല. മുഖങ്ങൾ തകരുകയാണ്, ജയിലുകൾ പൊളിയുകയാണ്, ചങ്ങലകൾ ഉടയുകയാണ്. നീ അടിമയല്ല, നീ അധികാരിയാണ്. നീ അടിമയല്ല, നീ അധികാരിയാണ്. അതാണ് നിന്റെ സ്വപ്നം. നിന്റെ സ്വപ്നം തകർന്നിട്ടില്ല. നിന്റെ ദർശനത്തെ മോഷ്ടിപ്പാൻ അവർക്ക് കഴിയത്തില്ല. നിന്റെ കോട്ടിനെ മോഷ്ടിക്കാൻ അവർക്ക് കഴിയും. നിന്റെ കോട്ടിനെ മോഷ്ടിപ്പാൻ, നിന്റെ വസ്ത്രം മോഷ്ടിപ്പാൻ അവർക്ക് കഴിയും. പക്ഷെ നിന്റെ സ്വപ്നത്തെ മോഷ്ടിപ്പാൻ, ഓ ഗ്ലോറി, നിന്റെ വസ്ത്രത്തെ മോഷ്ടിപ്പാൻ അവർക്ക് കഴിയും. എന്നാൽ നിന്റെ സ്വപ്നത്തെ മോഷ്ടിപ്പാൻ അവർക്ക് കഴിയത്തില്ല. നിന്റെ സ്വപ്നത്തെ എടുപ്പാൻ ഒരു പിശാചിനും കഴിയത്തില്ല. കാരണം നിന്റെ സ്വപ്നം പുറത്തല്ല, നിന്റെ സ്വപ്നം അകത്താണ്. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ രാജ്യങ്ങൾക്കായി, പതിനായിരങ്ങൾക്കായി, ലക്ഷങ്ങൾക്കായി താലന്തുകളോടെ, കൃപയോടെ, കൃപാവരങ്ങളോടെ നീ നിൽക്കുമെന്നുള്ള നിന്റെ സ്വപ്നത്തെ മോഷ്ടിപ്പാൻ ആർക്കും കഴിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ അവൻ ഏതെങ്കിലും നിന്നെ അടിമച്ചന്തയിൽ നിർത്തിയെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രവാചകനാകുന്ന ഞാൻ പറയട്ടെ, for every problem there is an expiry date. For every problem there is an expiry date. For every problem there is an expiry date. നിന്റെ പ്രശ്നങ്ങൾ തീരുന്നതായ ഒരു ദിവസം ഉണ്ട്. നിന്റെ കഷ്ടതകൾ തീരുന്നതായ ഒരു ദിവസം ഉണ്ട്. 3 പേരെ തൊട്ട് പെട്ടെന്ന് പറഞ്ഞോട്ടെ, ഞാൻ അടിമയല്ല, അധികാരിയാണ്. പറ, ഞാൻ അടിമയല്ല, ഞാൻ അധികാരിയാണ് യേശുവിന്റെ നാമത്തിൽ. നിങ്ങൾ ആരെങ്കിലും തൊട്ടെങ്കിൽ ആ കയ്യിൽ അവർ പിടിച്ചിരിക്കുന്ന സ്വർഗീയമായ ഒരു അധികാരമുണ്ട്. 7 വസ്ത്രങ്ങൾ, 3-ാമത്തെ വസ്ത്രമായിരുന്നു സ്ലേവ് കോട്ട്. സ്തോത്രം. അതെ, അടിമ വസ്ത്രം. ഇസ്മായിൽ അവനെ കൊണ്ടുപോയി സ്തോത്രം ഈജിപ്തിൽ വിറ്റ്. ഈജിപ്തിൽ അവനൊരു ജോലി കിട്ടി. അവനൊരു ജോലി കിട്ടി. പൊത്തിഫറയുടെ വീട്ടിൽ അവനൊരു ജോലി കിട്ടി. പൊത്തിഫറയുടെ വീട്ടിൽ അവനൊരു ജോലി കിട്ടി. ആ വീട്ടിൽ അവൻ മാനേജറായി. പൊത്തിഫറ എന്ന ഉടമസ്ഥന് സ്തോത്രം തന്റെ മുൻപിൽ വരുന്നതായ ആഹാരം ഒഴികെ വേറെ ഒന്നും അറിയത്തില്ല. അവനിതാ സ്തോത്രം ആ വീട്ടിൽ വേലക്കാരനായി. 4-ാമത്തെ വസ്ത്രം ഞാൻ പറയട്ടെ, വേലക്കാരന്റെ വസ്ത്രം. വായി തുറന്ന് പറഞ്ഞ എന്തോ വസ്ത്രമാണ്? വേലക്കാരന്റെ വസ്ത്രം. 1-ാമത്തെ വസ്ത്രം വീട്ടിലെ വസ്ത്രം. 2-ാമത്തെ വസ്ത്രം സ്തോത്രം അത് അപ്പൻ കൊടുത്ത നിലയെങ്കിൽ. 3-ാമത്തെ വസ്ത്രം അടിമ വസ്ത്രം. 4-ാമത്തെ വസ്ത്രം വേലക്കാരന്റെ വസ്ത്രം. വേലക്കാരന്റെ വസ്ത്രം. വേലക്കാരന്റെ വസ്ത്രം ധരിച്ച് ആ വീട്ടിൽ അവൻ ഓടിച്ചാടി നടക്കുമ്പോ അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുകയാണ്. അവൻ ചെയ്യുന്നതൊക്കെയും സാധിച്ചു. കാരണം അവൻ ഒറ്റയ്ക്കല്ല അവിടെ വന്നത്. അവന്റെ അമ്മയില്ല, നേരത്തെ മരിച്ചുപോയി. അവന്റെ അപ്പനില്ല, അവന്റെ സഹോദരന്മാരില്ല. എന്നാൽ സ്തോത്രം തിരുവചനം പറയുന്നു, അപ്പനും അമ്മയും സഹോദരന്മാർ ആരുമില്ലെങ്കിലും ആരുണ്ട്? ദൈവം അവനോട് കൂടെയുണ്ട്. ദൈവം അവനോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം നീ അനാഥയല്ല, അനാഥനല്ല. എൽ ഷഡായ്, എൽ എലിയോൻ, യഹോവ ഷമ്മ, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. വലത് കരങ്ങളെ ഉയർത്തി പറ, ദൈവം എന്റെ കൂടെയുണ്ട്. ദൈവം എന്റെ കൂടെയുണ്ട്. നിന്റെ ഹൃദയ കണ്ണ് തുറന്നു നോക്കിയാൽ ഉയർത്തെഴുന്നേറ്റ് യഹൂദ ഗോത്രത്തിലെ സിംഹം ഈ പ്ലാറ്റ്ഫോമിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് നിനക്ക് കാണുവാൻ കഴിയും. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് ഒറ്റയ്ക്കാകാൻ കഴിയത്തുമില്ല. ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവം എന്റെ കൂടെയുണ്ട്. ദൈവം കൂടെയുള്ളത് കൊണ്ട് whatever he does, അവൻ എന്തൊക്കെയാണോ ചെയ്തത് അത് ചെയ്യുന്നതൊക്കെയും സാധിച്ചു. ദൈവം കൂടെയുണ്ടെങ്കിൽ നീ പാപമൊഴികെ സകലതും ചെയ്യും. ദൈവം കൂടെയുണ്ടെങ്കിൽ നീ പാപമൊഴികെ സകലതും ചെയ്യും. അവന്റെ യജമാനൻ നോക്കുമ്പോ ദൈവം അവനോട് കൂടെയുണ്ട്. വല്ലവരുടെയും കൈ നോക്കാതെ സ്വന്തം കൈ നോക്കി പറഞ്ഞാട്ടെ, സകലതും സാധ്യം. പറഞ്ഞാട്ടെ, എന്റെ ദൈവത്താൽ എല്ലാം സാധ്യം എന്ന് പാടിയ പോരാ. സ്തോത്രമാ, കൈ നോക്കി പറ, സകലതും സാധ്യം. പറ, 7 പ്രാവശ്യം പറ, സകലതും സാധ്യം. സകലതും സാധ്യം. ദൈവം നിന്റെ കൂടെ. സകലതും സാധ്യം. ദൈവം നിന്റെ കൂടെ. സകലതും സാധ്യം. ഹല്ലേലൂയ. ദൈവം നിന്റെ കൂടെ. പിതാവേ, മാതാവേ, സഹോദരൻ, സഹോദരിയെ, ദൈവം നിന്റെ കൂടെ. സകലതും സാധ്യം. അവന്റെ ബാക്കി ആർക്കും കഴിയാത്തത്, അവനെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് കഴിയാത്തത്, നേരത്തെ ഉണ്ടായിരുന്നവർക്ക് കഴിയാത്തത് യവനാൽ കഴിയുന്നു. ആരോടാ ഞാൻ പ്രവചിച്ചത്? നിന്റെ കൂടെ ആ സീറ്റിലിരുന്നവർക്ക് കഴിയാത്തത് നിന്നിലൂടെ സാധ്യമാകാൻ വേണ്ടി പോകുന്നു. നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് കഴിയാത്തത് നിന്നിലൂടെ
നിന്നിലൂടെ സത്യമാകാൻ പോകുന്നു. നിനക്ക് ബാച്ചിലേഴ്സ് ആയിരിക്കാം, അവർക്ക് മാസ്റ്റേഴ്സ് ആയിരിക്കാം. എന്നാൽ അവർക്ക് കഴിയാത്തത് ദൈവം നിന്നിലൂടെ സാധിപ്പിക്കാൻ വേണ്ടി പോകുന്നു. അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കാം, അവർക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം. പക്ഷെ നിന്നോട് കൂടെയുള്ളവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. നിന്റെ ബോസ് മൂക്കത്ത് വിരൽ വെപ്പാൻ വേണ്ടി പോകുന്നു. നിന്റെ സ്ഥാപനത്തിന്റെ പേര് അച്ചടിച്ചു വിടുവാൻ വേണ്ടി പോകുന്നു. നിന്റെ ഡിപ്പാർട്ട്മെന്റിന് നീ ഒരു അനുഗ്രഹമാകാൻ വേണ്ടി പോകുന്നു. മറ്റുള്ളവരാൽ കഴിയാത്തത് നിന്നിലൂടെ എന്റെ കർത്താവ് ഈ ദിവസങ്ങളിൽ ചെയ്തെടുപ്പാൻ വേണ്ടി പോകുന്നു. ഇൻ ജീസസ് നെയിം. മറ്റുള്ളവരാൽ കഴിയാത്തത് നിന്നിലൂടെ വെളിപ്പെടുന്നു. ദൈവത്തിന്റെ ഗ്ലോറി നിന്നിലൂടെ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചു ദൈവത്തെ സ്തുതിച്ച്. ദൈവം അവനോട് കൂടെയുണ്ട്. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നു. അപ്പൊ അവിടെ പൊത്തിഫറയുടെ ഭാര്യയുടെ നോട്ട് അവന്റെ മേൽ വീണു. യുവാക്കളെ, വിവാഹം കഴിഞ്ഞവരെ, വിവാഹം കഴിയാത്തവരെ, പ്രായം കൂടിയവരെ, പ്രായം കുറഞ്ഞവരെ, ചില അച്ചാച്ചന്മാരെ നോട്ടം നിന്റെ മേൽ വീഴുന്നത്, ചില അമ്മമാരെ നോട്ടം നിന്റെ മേൽ വീഴുന്നത് വേറെ ആർക്കുമില്ലാത്ത എന്തോ നീ ചുമക്കുന്നത് കൊണ്ടാണ്. വേറെ ആർക്കുമില്ലാത്ത എന്തോ നിന്റെ മേൽ ഉള്ളത് കൊണ്ടാണ്. നീ ഓർഡിനറി ആയിരുന്നെങ്കിൽ അവർ നിന്നെ നോക്കത്തില്ലായിരുന്നു, അവളുമാര് നിന്നെ നോക്കത്തില്ലായിരുന്നു. എന്നാൽ നീ ഓർഡിനറി അല്ലോ, നീ എക്സ്ട്രാ ഓർഡിനറി ആണ്. നീ ഓർഡിനറി അല്ലോ, എക്സ്ട്രാ ഓർഡിനറി ആണ്. എന്നാൽ സ്തോത്രമാർ നിന്നെ നോക്കുന്നെങ്കിൽ തിരിച്ചു പറ. അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോ മങ്ങാത്ത ഒരു കണ്ണുള്ളവന്റെ അഗ്നിജ്വാലക്കത്തെ കണ്ണോട് കൂടിയവന്റെ നോട്ടം എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. 39:10 പറയുന്നു, 1-2 പ്രാവശ്യം അമ്മാമ അവനെ വശീകരിക്കാൻ നോക്കിയെന്നല്ല, ദിനം പ്രതി പറഞ്ഞെന്നാണ്. ഡെയിലി ദിനം പ്രതി പറഞ്ഞു, യോസേഫേ 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 വാ, വീട്ടിനകത്ത് അല്പം ജോലിയുണ്ട്. വീട്ടിനകത്ത് കയറിയപ്പോ പറഞ്ഞു, യോസേഫേ ഇവിടെ ആരില്ല, യോസേഫേ നമ്മുടെ കൂടെ ആരില്ല, വാ നമുക്ക് എക്സെട്രാ എക്സെട്രാ. യോസേഫേ വാ, നമ്മുടെ കൂടെ ആരുമില്ല, നമുക്ക് എക്സെട്രാ എക്സെട്രാ. ആരും ചാനൽ മാറ്റില്ല യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം. അതെ, യോസേഫേ വാ, നമുക്ക് എക്സെട്രാ. യോസേഫ് തിരിച്ചു പറഞ്ഞു കാണാം, ഹേയ് ലേഡി, നീ ഒറ്റയ്ക്കായിരിക്കാം, പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല. ഹേയ് അമ്മാമേ, നീ ഒറ്റയ്ക്കായിരിക്കാം, പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല. എന്റെ കൂടെ അമ്മയില്ല, എന്റെ കൂടെ അപ്പനില്ല, എന്റെ കൂടെ പ്രിയപ്പെട്ടവരില്ല, പക്ഷെ വിശുദ്ധനായ ദൈവം. നീ ഒത്തിരി വേലക്കാരെ കണ്ടിരിക്കും, നീ ഒത്തിരി വേല വയ്ക്കുന്നവരെയും കണ്ടിരിക്കും, നീ ഒത്തിരി വേലക്കാരെ കണ്ടിട്ടുണ്ട്, ഒത്തിരി വേല വയ്ക്കുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അവണ്ണം അല്ല, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ കൂടെ എന്റെ ദൈവമുണ്ട്, എന്റെ കൂടെ എന്റെ ദൈവമുണ്ട്. അവക്ക് തെളിവ് കിട്ടി, അവക്ക് തെളിവ് കിട്ടി, അവക്ക് തെളിവ് കിട്ടി, അവന് ജയിലും കിട്ടി. അവക്ക് തെളിവ് കിട്ടി, അവന് ജയിലും കിട്ടി. ഇന്ന് അനേകർ പറയുന്നുണ്ട്, ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്, ഫോണിൽ തെളിവുണ്ട്, വേണേ കാണിച്ചു തരാം. ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്, ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ തെളിവുണ്ട്, വച്ചിട്ടിരിക്കത്തേ ഉള്ളൂ. ഞാൻ അഭിപ്രായമല്ല പറയുന്നത്, സുവിശേഷമാണ് പറയുന്നത്. നീ നന്നാകാത്തത് മറ്റുള്ളവർക്കെതിരെയുള്ള തെളിവും വെച്ച് ജീവിക്കുന്നത് കൊണ്ടാണ്. അത് നിനക്കും നിന്റെ തലമുറയ്ക്കും അയ്യോ പ്രശ്നമാ. മറ്റുള്ളവർക്കെതിരെയുള്ള കയ്പും പകയും തെളിവും വെച്ചിരിക്കുന്നവരെ, നീ കുഴിക്കാത്ത കുഴിയിൽ താഴോട്ട് പോകത്തേ ഉള്ളൂ. എന്നാൽ സ്തോത്രം, ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് തെളിവല്ല ഉള്ളത്, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. അമ്മയ്ക്ക് തെളിവ് കിട്ടി, അമ്മയ്ക്ക് തെളിവ് കിട്ടി, ചെറുക്കന് ജയിലും കിട്ടി. നമ്പർ 5, അഞ്ചാമത്തെ ഡ്രസ് അവന്റെ മേൽ വീണു, ജയിൽ വസ്ത്രം. ജയിൽ വസ്ത്രം, ജയിൽ വസ്ത്രം. അടുത്തിരിക്കുന്നവർ നോക്കി പറഞ്ഞാട്ടെ, ജയിൽ വസ്ത്രം, ജയിൽ വസ്ത്രം. അഞ്ചാമത്തെ സ്തോത്രം, വസ്ത്രം, ജയിൽ വസ്ത്രം. വീട്ടിലെ വസ്ത്രമായിരിക്കാം, സ്തോത്രം, അതെ, കോട്ടം മെനി കളേഴ്സ്, നിലയങ്കിയായിരിക്കാം, പിന്നെ അടിമ വസ്ത്രമായിരിക്കാം, വേലക്കാരന്റെ വസ്ത്രമായിരിക്കാം. അതെ, അഞ്ചാമത്തെ ജയിൽ വസ്ത്രം. ഇറ്റ്സ് നോട്ട് ഈസി. നിനക്ക് തിരുവനന്തപുരത്തിനുണ്ട് എവറസ്റ്റിനെ വിഭാവന ചെയ്യാൻ കഴിയും. പക്ഷെ ഞാൻ പറയട്ടെ, യഥാർത്ഥ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് സ്പിരിച്വൽ ഇല്യൂഷൻ അല്ല, ഏതോ ഫാന്റസി അല്ല. അങ്ങനെ നടക്കും, ഞങ്ങൾ അവിടെ പോകും, ഞങ്ങൾ ഇവിടെ പോകും, അത് കാണും, ഇത് കാണും. നോ, വ്യാമോഹത്തിലല്ല നീ ജീവിക്കേണ്ടത്, ദർശനത്തിലാണ് നീ ജീവിക്കേണ്ടത്. ആ ദർശനം ലഭിക്കണമെങ്കിൽ അതിന് വില കൊടുക്കണം. അല്ലാതെ കുറച്ച് ഫാന്റസി ആയിരിക്കാം. ഞങ്ങൾ ന്യൂസിലാൻഡ് വഴി ഓസ്ട്രേലിയയിലേക്ക് പോകുമ്പോ പ്ലെയിൻ കട്ടറിൽ വീണു.
ഓ കമാൻ കേൾക്ക. സ്തോത്രം. ജയിൽ വസ്ത്രം. അഞ്ചാമത്തെ വസ്ത്രം ജയിൽ വസ്ത്രം. പ്രശ്നത്തിൽ അവൻ ചെന്നുപെട്ടിരിക്കുകയാണ്. ചില തിയോളജിയന്മാർ പറയുന്നു 17-ാമത്തെ വയസ്സിലാണ് അവൻ ഇവിടെ ആ ദേശത്ത് എത്തിയത്. സ്തോത്രം. 17-ാമത്തെ വയസ്സിലാണ് അവൻ ആ ദേശത്തിലെത്തി. 30-ാമത്തെ വയസ്സിൽ അവൻ പ്രധാനമന്ത്രിയായി. മിനിമം 12 വർഷത്തിലധികം അവൻ ജയിലിൽ കിടക്കാൻ സാധ്യതയുണ്ടെന്ന്. 18-ാമത്തെ വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെ ഒന്ന് ചിന്തിക്ക്. 18-ാമത്തെ മുതൽ 30-ാമത്തെ വയസ്സ് വരെ അവൻ മിക്കവാറും ജീവിതത്തിൽ എസ്റ്റാബ്ലിഷ് ആകേണ്ടതായ ടൈം. 30-ാമത്തെ വയസ്സാകുമ്പോൾ നിന്റെ ഡെസ്റ്റിനിയിൽ നീ എത്തിയിരിക്കണം. ഓ നിങ്ങൾ കേട്ടില്ല, ഞാൻ പോവാം. സ്തോത്രം. 30-ാമത്തെ വയസ്സാകുമ്പോഴേക്കും നിന്റെ ലക്ഷ്യത്തിൽ നീ എത്തിയിരിക്കണം. എത്ര പേർ ആമേൻ പറഞ്ഞു? 30-ാമത്തെ എന്ന് പുസ്തകം പറയുന്നത്. എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് ഒരു കാര്യമില്ല. 30-ാമത്തെ വയസ്സായപ്പോ യോസഫ് നിന്റെ ലക്ഷ്യത്തിൽ എത്തിയിരിക്കണം. അർത്ഥം യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പ്രവചനത്തിന്റെ വാളുമായി, ആ വചനം എന്ന് പറയുന്ന വാളാണല്ലോ, ഞാൻ നിൽക്കുന്നത്. നിന്റെ തുള്ളനും വെട്ടുക്കിളിയും പച്ചപ്പുഴും വീട്ടിലും തിന്ന് നശിപ്പിച്ചത് എന്റെ ദൈവം ഇന്ന് പകൽ മുതൽ 7 മടങ്ങ് തിരികെ നൽകുവാൻ പോകുന്നു. ഹല്ലേലൂയ. 30-ാമത്തെ വയസ്സിൽ അവൻ പ്രധാനമന്ത്രി. ഓവർ 12 years അവൻ സ്തോത്രം ജയിലിൽ കിടന്ന. ജയിലിൽ അവൻ കയറുമ്പോ സ്വപ്നം കാണുന്നവനായിട്ടാണ് അവൻ ജയിലിൽ കയറിയത്. ആ പ്രശ്നത്തിൽ കയറിയത് സ്വപ്നം കാണുന്നവനായിട്ടാണ്. ആ സ്വപ്നം കാണുന്നവനായി അവൻ ജയിലിൽ കയറി. പ്രശ്നത്തിൽ കയറിയ വ്യക്തികളും കുടുംബങ്ങളും കേൾക്കട്ടെ, നീ പ്രശ്നത്തിൽ ആയിരിക്കുമ്പോൾ നിന്റെ അനോയിന്റിംഗ് വർദ്ധിക്കുകയാണ്. ഒരിക്കൽ കൂടെ, അഭിഷേകം വർദ്ധിച്ച ഏത് പുള്ളികളോട് ചോദിച്ചാലും അവർ പറയും, ഞങ്ങളുടെ പ്രശ്നത്തിൽ വച്ചാണ് ഞങ്ങൾക്കൊരു വർധനവ് ഉണ്ടായത്. ഇന്ന് പകൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എല്ലാവരും പറയണം, ഇത് വർധനവിന്റെ സീസണാണ്. പറ, ഇത് വർധനവിന്റെ സീസണാണ്. പറ, ഇത് വർധനവിന്റെ സീസൺ. മൂത്തോക്കി പറ, മൂത്തോക്കി ചുറ്റും ഇരിക്കുന്നവരെ പറ, പാപ്പാ മമ്മി, ഇത് നമ്മുടെ വർധനവിന്റെ സീസണാണ്. ഇത് നമ്മുടെ അഭിഷേകത്തിന്റെ വർധനവിന്റെ സീസണാണ്. ഇത് ചർച്ചിന്റെ വർധനവിന്റെ സീസണാണ്. ഇത് ബിസിനസിന്റെ വർധനവിന്റെ സീസണാണ്. ഇത് വരുമാനങ്ങളുടെ വർധനവിന്റെ സീസണാണ്. കാരണം as a dreamer, Joseph went into the prison. Later on he saw the two guys with him in the prison. അവനോടൊപ്പമുള്ളതായ 2 പേർ, ഒരാൾ വടക്കോട്ടും വേറൊരാൾ തെക്കോട്ടും, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിരിക്കുകയാണ്. അവർ പറയുന്നു, ഞങ്ങൾക്ക് സ്വപ്നം ഉണ്ടായി കേട്ടോ, ഞങ്ങൾക്ക് സ്വപ്നം ഉണ്ടായി. ആ സ്വപ്നക്കാരന്റെ കൂടെ കിടന്നാൽ നിങ്ങൾക്കും സ്വപ്നം ഉണ്ടാകും. കുറ്റം പറയുന്നവന്റെ കൂടെ ഇരുന്നാൽ നിങ്ങളും കുറ്റം പറയും. പാര പണിയുന്നവന്റെ കൂടെ ഇരുന്നാൽ നിങ്ങളും പാര പണിയും. നശിക്കുന്നവന്റെ കൂടെ ഇരുന്നാൽ നിങ്ങളും നശിക്കും. സ്വപ്നക്കാരന്റെ കൂടെ ഇരുന്നാൽ നിങ്ങളും സ്വപ്നം കാണും. യോസേഫ് പറഞ്ഞു, കേക്കട്ടെ, ഞാൻ ഇതുവരെ വ്യാഖ്യാനിച്ചിട്ടില്ല, ഞാനും ഒരു സ്വപ്നം പറഞ്ഞത് കൊണ്ടാണ് ഈ ഗതി അതോ ഗതിയായി ഇങ്ങനെ വന്നത്. ഞാൻ സ്വപ്നം ഇല്ലാത്തവന്മാരോട് സ്വപ്നം ഇല്ലാത്തവരോട് സ്വപ്നം പറയില്ല കേട്ടോ, അവന്മാർ നിന്നെ കൊല്ലും. സ്തോത്രം. സ്വപ്നം ഉള്ളവൻ്റെോട് മാത്രമേ നീ സ്വപ്നം പറയാവൂ. സ്വപ്നം ഇല്ലാത്തവന്മാരോട്, ദർശനമില്ലാത്തവരോട് ചുപ്രഹോ. ഞാൻ പറഞ്ഞ ശരിയാണോ? സ്തോത്രം. അതെ, സ്വപ്നം ഇല്ലാത്തവരോട് സ്വപ്നം പറയല്ല. എന്നാൽ സ്വപ്നം ഉള്ളതായത് കൊണ്ട് പുള്ളി ചോദിച്ച് കാണും, ഒന്ന് കേക്കട്ടെ. പക്ഷെ ഇതുവരെ ചെയ്യാത്ത ഒരു ശുശ്രൂഷ അന്ന് തുടങ്ങുമെന്ന് പുള്ളി വിചാരിച്ചില്ല. പ്രശ്നത്തിൽ കിടക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, പ്രവചന ദൂതായി അടുത്ത തലത്തിന്റെ ഉദ്ഘാടന മഹാമഹമാണ് ഇന്ന് പകൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെയ്യാത്ത ശുശ്രൂഷയുടെ ഉദ്ഘാടനം, ഇനാഗുറൽ സർവീസാണ് ജൂലൈ മാസം 18-ാം തീയതി നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു വശത്ത് ഇവൻ കേട്ടപ്പോ തന്നെ മറുവശത്ത് കർത്താവ് അവനെ വ്യാഖ്യാനം കൊടുത്തു. ഇന്ന് പകൽക്കാലം എന്റെ പ്രാർത്ഥന, നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ ചെവികളെ തുറക്കട്ടെ. ഒരുവന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അത് ദൈവത്തിന്റെ ശബ്ദമാണോ, അത് മനുഷ്യന്റെ ശബ്ദമാണോ, അത് നിരാശപ്പെടുത്തുന്ന, മുറിവേൽത്തുന്ന, തലതകർന്ന ചെകുത്താന്റെ ശബ്ദമാണോ എന്ന് തിരിച്ചറിവാൻ തക്കവിധം നിങ്ങളുടെ ചെവികൾ ദൈവത്തിന്റെ കൃപയാൽ തുറക്കട്ടെ. കേൾക്കുക മാത്രമല്ല, പറവാൻ തക്കവിധം ദൈവത്തിന്റെ കൃപ ഈ ജനത്തിന്മേൽ വ്യാപരിക്കട്ടെ. ചെവിയിൽ ദൈവകൃപ, നാവിൽ ദൈവകൃപ. ആർക്ക് വേണം? ചെവിയിൽ ദൈവകൃപ, നാവിൽ ദൈവകൃപ. കമോൺ, ചെവിയിൽ ദൈവകൃപ, നാവിൽ ദൈവകൃപ. അവരത് കേട്ടു,
അവരത് കേട്ട് അവരത് വ്യാഖ്യാനിച്ചു. ഏതോ 3 ദിവസത്തെ പ്രൊഫറ്റിക് കോൺഫറൻസിനല്ല പുള്ളി വ്യാഖ്യാനിച്ചത്. ഏതോ സ്തോത്രം അതെ 4 ദിവസത്തെ ഇമ്പാർട്ടേഷൻ ഇന്റർനാഷണൽ ഇമ്പാർട്ടേഷൻ സെഷൻ അല്ല പുള്ളിക്ക് ഇത് കിട്ടിയത്. ജീവിതത്തിന്റെ ജയിലിൽ കിടന്നപ്പോൾ, ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, ഒരിക്കലും ചിന്തിക്കാത്ത, തിളച്ചു മറിയുന്ന പ്രതിസന്ധിയിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ ഇത് നിന്റെ തകർച്ചയുടെ സീസൺ അല്ല. നീ അറിയാതെ, ഒരിക്കൽ കൂടെ, നീ അറിയാതെ നിന്റെ അഭിഷേകം വർദ്ധിക്കുകയാണ്. ഓ, ജയിലിൽ കയറിയത് പോലെയല്ല പുള്ളി ജയിലിറങ്ങിയത്. എനിക്ക് വിവരിക്കാൻ നേരമില്ല. ഞാൻ സ്തോത്രം അതെ 5ാമത്തെ വസ്ത്രം ജയിൽ വസ്ത്രം. അടുത്തിരിക്കുന്നവർ നോക്കി ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. പറഞ്ഞാട്ടെ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. മറ്റൊരാൾ നോക്കി പറ, എല്ലാറ്റിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. പറ, എല്ലാറ്റിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. എല്ലാറ്റിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. എല്ലാം നിന്നേക്കും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. എല്ലാ കണ്ണുനീരിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. എല്ലാ ഭീതിക്കും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. എല്ലാം നിരാശയ്ക്കും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. കാരണം നിന്റെ നിന്റെ അപ്പോയിന്റ്മെന്റ് ആയി തീരുന്ന സീസൺ ആണിത്. ആമേൻ. നിന്റെ അപ്പോയിന്റ്മെന്റ് ആയി തീരുന്ന ദിവസങ്ങളാണ്. മറ്റുള്ളവരെ കണ്ടം ചെയ്ത സ്ഥലത്ത് നിന്റെ കമന്റ് ചെയ്യുന്നതായ സീസണായി ഈ ദിവസങ്ങളെ ദൈവം തീർക്കുവാൻ വേണ്ടി പോകുന്നു. ഒരിക്കൽ കൂടെ, മറ്റുള്ളവരെ കണ്ടം ചെയ്ത സ്ഥലത്ത് നിന്നെ കമന്റ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. എല്ലാ ജയിലിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു അറുതിയുണ്ട്, ഒരു അവസാനമുണ്ട്. നിങ്ങൾക്കറിയാമോ സൺഡേ സ്കൂൾ സ്റ്റോറി? അവസാനം സ്തോത്രം, സ്വപ്നം കാണുന്നവൻ ആ രാജ്യത്ത് വന്നപ്പോ അടുത്ത് മാത്രമല്ല ഇമ്പാർട്ടേഷൻ നടന്നത്, അങ്ങ് കൊട്ടാരത്തിൽ നിന്ന് രാജാവിന് വരെ സ്വപ്നത്തിന്റെ ഇമ്പാർട്ടേഷൻ നടന്ന്. കമാൻ ഈ ജൂലൈ മാസത്തിൽ മന്ദിരങ്ങളിൽ ഒരു ദർശനത്തിന്റെ ഇമ്പാർട്ടേഷൻ ഉണ്ടാകട്ടെ. MLA മാരുടെ ഇടയിൽ ഒരു ഇമ്പാർട്ടേഷൻ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അവിശ്വാസികളുടെ നടുവിൽ, മന്ത്രവാദികളുടെ നടുവിൽ ദൈവകൃപയുള്ളവരിൽ നിന്ന് ആത്മാവിന്റെ സാന്നിധ്യം ദേശത്തിന് മധ്യേ വ്യാപരിക്കട്ടെ. ഫറവോൻ സ്വപ്നം കണ്ടപ്പോ അന്നത്തെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി ഈജിപ്തിലാണ്. അന്നത്തെ ഏറ്റവും നല്ല മന്ത്രവാദികളും ഈജിപ്തിലാണ്. എന്നാൽ അവന്റെ അംശവടിക്കും അവന്റെ മുഴുവടിക്കും ഒന്നും വ്യാഖ്യാനിപ്പാൻ കഴിയാത്തത്. ഇതാ സ്തോത്രം, പാനപാത്രവാഹം പറഞ്ഞു, അയ്യോ എന്റെ കുറ്റം ഞാൻ ഇന്ന് ഓർക്കുന്നു. ഞാൻ ഇതുവരെ അവൻ മറന്നിരുന്നു. ഞാൻ ഒരുത്തനെ ഓർക്കണമായിരുന്നു, പക്ഷെ ഞാൻ അവരെ മറന്നിരുന്നു. അടുത്തിരിക്കുന്നത് നോക്കി ഒന്ന് ചിരിച്ചു പറ, ചിലർ മറക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് പറഞ്ഞ്, ചിലരെ മറക്കുന്നതാണ് നല്ലത്. ചിലരെ ഓർക്കാത്തതിനായി സ്തോത്രം, ചിലരെ മറക്കുന്നതാണ് നല്ലത്. കാരണം ഈ പാനപാത്രവാഹകൻ ഓർത്തിരുന്നെങ്കിൽ, ഒരിക്കൽ കൂടെ, ഈ പാനപാത്രവാഹകൻ ഓർത്തിരുന്നെങ്കിൽ യോസെഫിനെ പിന്നിൽ നിർത്തിയേനെ. തിരുമേനി നിന്നെ കാണല്ലേ കേട്ടോ, തിരുമനസ് കാണല്ലേ, ഞാനാണ് സീനിയർ, നീ പിന്നിൽ നിന്നാ മതി എന്ന് പറഞ്ഞ് അവരെ പിടിച്ച് യോസെഫിനെ പിടിച്ച് പിന്നിൽ നിർത്തിയേനെ. എന്നാൽ ഞാൻ പറയട്ടെ, വല്ലവന്റെ പിന്നിൽ നിൽക്കാനല്ല, നിന്റെ പേരിൽ ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് അറിയപ്പെടുന്നത് നിന്റെ പേരിലാ, ആ ഓഫീസ് അറിയപ്പെടുന്നത് എന്റെ പേരിലാ. നിന്റെ പേരിനെ ചീത്തയാക്കാനാ മറ്റവർ ശ്രമിച്ചത്. പത്തിപ്പറയുടെ ഭാര്യ ശ്രമിച്ചതും നിന്റെ പേര് ചീത്തയാക്കാനാ. എന്നാൽ ആ പേര് ചീത്തയാക്കാൻ ശ്രമിച്ച അവരുടെ മുൻപില്, അവളുമാരുടെ മുൻപില് ആ പേര് ചീത്തയാക്കുന്നത് അവരുടെ രാജ്യത്തിൽ മാനിക്കുന്നവനാണ് ദൈവം, യേശുവിന്റെ നാമത്തില്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ പേര് അവരുടെ മുൻപിൽ മാനിക്കപ്പെടുവാൻ വേണ്ടി പോകുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ യേശുവിൻ നാമത്തിൽ. എല്ലാ ജയിലിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. എല്ലാ പ്രോബ്ലംസിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. എല്ലാ കരച്ചിലിനും കണ്ണുനീരിനും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ഫറവോൻ സ്വപ്നം കണ്ടു, ആർക്കും വ്യാഖ്യാനിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞില്ല. എന്നാൽ പാനപാത്രവാഹകൻ പറയുകയാണ്, ഒരു ചെറുക്കൻ നമ്മുടെ രാജ്യത്തിലുണ്ട്. നമ്മുടെ രാജ്യത്തിലുണ്ട്. അവൻ ഗ്രാമത്തിലല്ല, അവൻ പട്ടണത്തിലല്ല, അവൻ ഏതോ നല്ല വീട്ടിലല്ല, അവൻ ജയിലിലാണ്. ഇന്ന് പകൽക്കാലവും സ്വർഗത്തിലെ ദൈവം പറയുന്നു, പലരും പല പ്രശ്നത്തിലാണ്. ഭാവിയിൽ സൊല്യൂഷൻ കൊണ്ടുവരുന്നവർ പലരും പ്രശ്നത്തിലാണ്. എന്നാൽ ആ ജയിലുകൾ പൊളിയുകയാണ്, ആ ജയിലുകൾ തുറക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ ജയിലുകൾ തുറന്ന് ജനം പുറത്തു വരട്ടെ. നിരാശയുടെ ജയിലിൽ നിന്ന്, കേസിന്റെ ജയിലിൽ നിന്ന്, പ്രതികൂലത്തിന്റെ ജയിലിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം 2021 യോസെഫുമാർ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ.
യോസേഫുമാർ പുറത്തു വരട്ടെ. ഉൽപ്പത്തി 41:14 പറയുന്നു, ആ ജയിലിൽ നിന്ന് ജയിൽ വേഷത്തിൽ അവൻ പുറത്തിറങ്ങി. ആ ജയിൽ വേഷത്തിൽ നിന്ന് അവനെ പുറത്തിറക്കി. അവന്റെ വസ്ത്രം മാറി. അവനെ ക്ഷൗരം ചെയ്തു. അവന്റെ വസ്ത്രം മാറി. അവനെ ഷേവ് ചെയ്തു. അവന്റെ വസ്ത്രം മാറി. ജയിൽ വസ്ത്രം മാറി. ജയിൽ വസ്ത്രം മാറി. സ്തോത്രം. അതെ, വസ്ത്രം മാറി. ഈജിപ്ഷ്യൻ ക്ലോത്ത്, മിസ്രൈമ്യ വസ്ത്രം, സാദാ വസ്ത്രം അവൻ ധരിച്ചു. ഈജിപ്തുകാർ 10,000-കണക്കിന് ആൾക്കാർ ആ പട്ടണത്തിലുണ്ടല്ലോ. അവരെ പോലെ അവൻ ഈജിപ്ഷ്യൻ വസ്ത്രം ധരിച്ചു. 6ാമത്തെ വസ്ത്രം സാദാ വസ്ത്രം. ഇന്ന് പകൽക്കാലം കണ്ണു തുറന്ന് അടുത്തിരിക്കുന്നവർ നോക്കി പറയും, എന്റെ വസ്ത്രം മാറുകയാണ്, എന്റെ വസ്ത്രം മാറുകയാണ്. വേറെ 2 പേരെ നോക്കി പറയും, എന്റെ സീസണം മാറുകയാണ്, എന്റെ സീസണം മാറുകയാണ്. വസ്ത്രം മാറുന്നു. കമാൺ, വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ചുമ്മാ പറയല്ലേ, ചുമ്മാ പറയല്ലേ. ഓ, നിന്റെ സീസൺ മാറുകയാണ്. എന്റെ 30ാമത്തെ വയസ്സിൽ എന്റെ സീസൺ മാറുകയാണ്. 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരും ഇന്ന് പകൽ വാ തുറന്ന് ദൈവത്തെ സ്തുതിക്ക്. നിന്റെ സീസൺ മാറുന്ന സഭായോഗമാണിത്. നിന്റെ സീസൺ മാറുകയാണ്. മേലാൽ നീ അടിമയല്ല, മേലാൽ നീ അപവാദത്തിന് കീഴിലല്ല, മേലാൽ നീ പ്രശ്നത്തിലല്ല, മേലാൽ നീ മനുഷ്യന്റെ അഭിപ്രായത്തിന് കീഴിലല്ല. നിന്റെ സീസൺ മാറുന്നു. വസ്ത്രം മാറി. ക്ഷൗരം ചെയ്ത് വസ്ത്രം മാറി. വസ്ത്രം മാറി. കൊട്ടാരത്തിന്റെ പടവുകൾ ആ ചെറുക്കന് താം നടന്ന് കയറുകയാണ്. ആരോ പടവുകൾ കയറുകയാണ്. ആരോ പടവുകൾ കയറുകയാണ്. 2 കാലുകളെ തൊട്ടിട്ട് പറ, പടവുകൾ കയറുകയാണ്. നീ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കുക. പടവുകൾ കയറുകയാണ്. പടവുകൾ കയറുകയാണ്. നിന്റെ മക്കൾ പടവുകൾ കയറുകയാണ്. പിതാവേ, മാതാവേ, നിന്റെ തലമുറ പടവുകൾ കയറുകയാണ്. ഇൻ ജീസസ് നെയിം വാതിലുകൾ തുറക്കുകയാണ്. പടവുകൾ കയറുകയാണ്. ഓ, ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് എൻട്രി ഇല്ലാത്ത സ്ഥലത്ത് നിനക്കൊരു ഫ്രീ എൻട്രി, ഫ്രീ എൻട്രി. വാക്കിൻ ഇൻ ജീസസ് നെയിം. യേശുവിന്റെ നാമത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുൻപിൽ തുറക്കാത്ത സ്ഥലങ്ങളിൽ, അത് എംബസി ആകട്ടെ, അത് കോൺസുലേറ്റ് ആകട്ടെ, അത് യൂണിവേഴ്സിറ്റി ആകട്ടെ. ഓ, ഗോ ഫോർത്ത് ഇൻ ജീസസ് നെയിം. ഗോ ഫോർത്ത് ഇൻ ജീസസ് നെയിം. ഓ, വസ്ത്രം മാറുന്നു. സീസൺ മാറുന്നു. നീ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കുക. നീ കണ്ടത് നിന്റെ വീടാണ്. നീ കണ്ടത് അതേ കുഴിയാണ്, പൊട്ടക്കിണറാണ്. നീ കണ്ടത് അടിമച്ചന്തയാണ്. നീ കണ്ടത് യജമാനന്റെ വീടാണ്. പിന്നെ നീ കണ്ടത് ജയിലാണ്. എന്നാൽ ഇതാ കണ്ടിട്ടില്ലാത്ത കൊട്ടാരത്തിൽ, കണ്ടിട്ടില്ലാത്ത കൊട്ടാരങ്ങൾ. ഇതാ സ്തോത്രം. നിന്നെ പിടിച്ച് ജയിലിലിട്ട യൂണിഫോം ഉള്ളവർ, നിന്നെ പിടിച്ച് ജയിലിലിട്ട അതേ യൂണിഫോം ഉള്ളവർ നിന്നെ സല്യൂട്ട് ചെയ്ത്, സല്യൂട്ട് ചെയ്ത്, സല്യൂട്ട് ചെയ്ത്, സല്യൂട്ട് ചെയ്ത് നിന്നെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു. കുടുംബ പാരമ്പര്യമല്ല നിന്നെ മാനിക്കുന്നത്. അലമാലയിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ല നിന്നെ മാനിക്കുന്നത്. നിന്റെ അകത്തിരിക്കുന്ന ഒരു അഭിഷേക വ്യാഖ്യാനമുണ്ട്. മിണ്ടിയില്ല. നിന്റെ അകത്തിരിക്കുന്ന ഒരു അഭിഷേക സാന്നിധ്യമുണ്ട്. നിന്റെ അകത്തിരിക്കുന്ന ഒരു അഭിഷേക സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽ കർത്താവ് നിന്നെ നോക്കി പറയുകയാണ്, ഈ പ്രവചന ദൂതിൽ ഞാൻ നിന്നെ പണം തന്നല്ല മാനിക്കുന്നത്, ഞാൻ നിന്നെ പദവി നൽകിയല്ല മാനിക്കുന്നത്, ഞാൻ നിന്നെ അഭിഷേകം നൽകി നീ ആരെന്ന് തെളിയിപ്പാൻ പോകുന്നു. ഞാൻ അഭിഷേകം നൽകി നീ ആരെന്ന് തെളിയിപ്പാൻ വേണ്ടി പോകുന്നു. ഞാൻ അഭിഷേകം നൽകി നീ ആരെന്ന് തെളിയിപ്പാൻ വേണ്ടി പോകുന്നു. യേശുവിന്റെ നാമത്തിൽ anointing is your identity. അഭിഷേകം തന്ന് ദൈവം നീ ആരെന്ന് ഈ ദിവസങ്ങളിൽ തെളിയിപ്പാൻ വേണ്ടി പോകുന്നു. അഭിഷേകമുള്ളവർ ദൈവത്തെ ആരാധിച്ചാണ്, അഭിഷേകമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാണ്, അഭിഷേകമുള്ളവരെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. anointing വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. in Jesus name. പൊട്ടക്കിണറുകളിൽ നിന്ന് പുറത്തെടുക്കുന്ന അഭിഷേകം, അടിമ ചന്തയിൽ പതറാത്ത അഭിഷേകം. ഹല്ലേലൂയ. അടിമ മുഖങ്ങളെ തകർക്കുന്ന അഭിഷേകം. വാതർന്ന 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 അന്യഭാഷ പറയുന്ന വാതർന്ന് പറയണം, വാതർന്ന് പറയണം. യേശുവിന്റെ നാമത്തില് ഏതോ കൊട്ടാരങ്ങളിൽ, ഏതോ അവന്റെ വീട്ടിൽ പൊത്തിഫറയുടെ വീട്ടിൽ 4 ചുവരുകളിൽ ഒതുങ്ങാത്ത അഭിഷേകം, ഏതോ മനുഷ്യ ശബ്ദത്തിന്റെ മുൻപിൽ പതറാത്ത അഭിഷേകം, ഏതോ അസൂയ കണ്ണുകളുടെ നടുവിൽ, അപവാദങ്ങളുടെ മുൻപിൽ പതറാത്ത അഭിഷേകം.
പുറത്തെടുത്ത് ആരാധിക്കുന്നേ, പുറത്തെടുത്ത് ആരാധിക്കുന്നേ. കമാൺ, അത് ഒഴുകട്ടെ, അത് ഒഴുകട്ടെ, അത് ഒഴുകട്ടെ, ലാവ പ്രവാഹമായി ഒഴുകട്ടെ. ഓ ലാവ പ്രവാഹമായി ഒഴുകട്ടെ, ലാവ പ്രവാഹമായി ഒഴുകട്ടെ. കൈയടിക്കുന്നെങ്കിൽ ശക്തിയായി കൈയടിച്ച് നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക. ദൈവമതിനെ നിറയ്ക്കുന്നു. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക. ദൈവമതിനെ നിറയ്ക്കുന്നു. ദൈവമതിനെ നിറയ്ക്കുന്നു. ദൈവമതിനെ നിറയ്ക്കുന്നു. ദൈവമതിനെ നിറയ്ക്കുന്നു. പടവുകൾ ഒരുങ്ങുകയാണ്. Can you see that? Steps, step by step, step by step. പടവുകൾ ഒരുങ്ങുകയാണ്. ഹല്ലേലൂയ. വാതിലുകൾ തുറക്കുകയാണ്. ഫറവോന്റെ മുൻപിൽ നിൽക്കുകയാണ്. ഫറവോന്റെ മുൻപിൽ നിൽക്കുകയാണ്. അബ്രഹാം നിന്നിട്ടില്ല, ഇസ്ഹാക്ക് യാക്കോബ് നിന്നിട്ടില്ല. നിന്റെ ഗ്രാൻഡ് ഫാദേഴ്സ്, ഗ്രാൻഡ് മദേഴ്സ് നിൽക്കാത്തടത്ത്, നിന്റെ കുടുംബക്കാർ ആരും നിൽക്കാത്തടത്ത്, അർഹതയില്ലാത്ത സ്ഥാനങ്ങളിൽ ദൈവം നിന്നെ നിർത്തുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്ന അൺഡിസേർഡ് പ്ലേസസിൽ, അൺഡിസേർഡ് പ്ലേസസിൽ തമ്പുരാൻ നിന്നെ നിർത്തുന്ന ദിവസങ്ങളാണിത്. അൺഡിസേർഡ് പ്ലേസസ്, അർഹതയില്ലാത്ത സ്ഥലങ്ങളിൽ ദൈവം നിന്നെ നിർത്താൻ പോകുന്നു. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നിന്നെ നിർത്താൻ വേണ്ടി പോകുന്ന എക്സാമിനേഷനാണ് ഈ ആഴ്ചകളിൽ നീ എഴുതുവാൻ വേണ്ടി പോകുന്നത്. അർഹതയില്ലാത്ത സ്ഥാനത്ത് നീ നിൽക്കുവാൻ പോകുന്ന ടെസ്റ്റുകളും ഇന്റർവ്യൂമാണ് ഈ ദിവസങ്ങളിൽ കടന്നു വരുവാൻ വേണ്ടി പോകുന്നത്. നീ ഒറ്റയ്ക്കല്ല ഹാളിൽ കയറുന്നത്, ആ റൂമിൽ നീ ഒറ്റയ്ക്കല്ല കയറുന്നത്. യോസേഫിന്റെ ദൈവം, യോസേഫിന്റെ ദൈവം, യോസേഫിന്റെ ദൈവം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ആരും മൗനമായി നിൽക്കരുത്. എല്ലാവരും വായികളെ തുറന്ന് ആത്മനിറവിൽ ആരാധിച്ചാട് ശക്തിയോടെ. ഇൻ ജീസസ് നെയിം. യേശുവിന്റെ രക്തത്താൽ ചെയ്യും, യേശുവിന്റെ രക്തത്താൽ ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഈ പുള്ളി കരഞ്ഞു കാണും. നാച്ചുറലി. കമ്പ്യൂട്ടർ അല്ലല്ലോ, മനുഷ്യനല്ലേ, മെഷീനല്ലല്ലോ, മനുഷ്യനല്ലേ. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കാണും, എങ്കിലും എന്റെ അപ്പനിട്ടത് അമ്മമാർ ഊരിക്കളഞ്ഞല്ലോ, എന്റെ അപ്പനിട്ട കോട്ട് എന്റെ സഹോദരന്മാർ ഊരിക്കളഞ്ഞല്ലോ, എങ്കിലും എന്റെ യജമാനൻ പൊത്തിഫറോ ഇട്ടത് ആ മേഡം ഊരിക്കളഞ്ഞല്ലോ. അയ്യോ, ഇന്നലകളിൽ ഇട്ടതായ നിലയെങ്കിൽ വേണമെന്ന് വെച്ച് അമ്മമാർ ഊരിക്കളഞ്ഞ, പർപ്പസ്ലി അമ്മമാർ ഊരിക്കളഞ്ഞു, വേണമെന്ന് വെച്ച് ഊരിക്കളഞ്ഞു. ആ ലേഡി ഉണ്ടല്ലോ മേഡം, സ്തോത്രം, ആ യജമാനൻ ഇട്ടത് അവൾ ഊരിക്കളഞ്ഞ. എന്നാൽ ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഇന്നലകളിൽ നിന്റെ മേൽ വീണതിനേക്കാൾ, ഇന്നലകൾ നീ ധരിച്ച് നടന്നതിനേക്കാൾ, ഇന്നലകളിൽ ടെമ്പററിയായി നീ ധരിച്ചതിനേക്കാൾ പെർമനന്റ് ആയിട്ടുള്ള വേറെ ചിലത് വേണം. പെർമനന്റ് ആയിട്ടുള്ള ചിലത്, പെർമനന്റ് ആയിട്ടുള്ള ചിലത് നിന്റെ മേൽ ഈ ദിവസങ്ങളിൽ വീഴാൻ വേണ്ടി പോകുക. ഫറവോൻ തന്റെ കയ്യിൽ നിന്ന് മോതിരം ഊരി യോസേഫിന്റെ കൈക്ക് ഇട്ട് അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരിക്കൽ കൂടെ, അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു, അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. എടാ യോസേഫേ, ഇത് ഇട്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലടോ, ഇത് ഇട്ടത് ഏതോ മിനിസ്റ്റർ അല്ലടോ, ഇത് ഇട്ടത് ഏതോ മാസ്റ്റർ അല്ലടോ, ഇത് ഇട്ടത് സാധാ പൗരനല്ലടോ, ഇത് ഇട്ടത് രാജാവാണോ. രാജാവ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ ഊരിയെടുപ്പാൻ മറ്റു ഒരു ശക്തിക്കും കഴിയത്തില്ല. യെസ് യെസ് യെസ്. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ കൺക്ലൂഷനിൽ ഒരു പുതപ്പ് വീഴുന്നത് പോലെ ആരേലൊക്കെ അനുഭവിക്കുന്നുവെങ്കിൽ, യെസ്, ഇത് നിനക്കുള്ള ദൂതാണ്. ഇൻ ജീസസ് നെയിം, fall on them right now. അവിടെ മേൽ ഈ പുതപ്പ് വീഴട്ടെ, അവിടെ മേൽ അവരുടെ ഡെസ്റ്റിനി പുതപ്പ് വീഴട്ടെ, അവിടെ മേൽ ആ പുതപ്പ് വീഴട്ടെ, അവന്റെ മേൽ. സ്തോത്രം. ഫറവോൻ ഇതാ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ച്,
ഫറവോൻ യോസെഫിന്റെ മേൽ നേർമയുള്ളതായ വസ്ത്രം ധരിപ്പിച്ചു. ഇൻ ജീസസ് നെയിം. ഫറവോൻ അവന്റെ മേൽ നേർമയുള്ളതായ വസ്ത്രം ധരിപ്പിച്ചു. ഇൻ ജീസസ് നെയിം. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിയാട്ടെ. ടോട്ടൽ സൈലൻസിൽ നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിന്റെ മേൽ വസ്ത്രം വീഴട്ടെ. നിന്റെ മേൽ ദൈവത്തിന്റെ വസ്ത്രം വീഴട്ടെ. യെസ്, കം ഓൺ. വായു തുറന്ന് ചോദിക്ക്, വായു തുറന്ന് ഏറ്റെടുക്ക്. Raise your voice. In Jesus' name. Yes. 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 മനുഷ്യൻ ഇട്ട തിന്മയുടെ ലേബലുകൾ മാറട്ടെ. നിന്നെ കൊള്ളത്തില്ല, നിന്നിലൂടെ നടക്കത്തില്ല, നിനക്ക് ബുദ്ധിയില്ല, നിന്നെക്കൊണ്ട് സാധിക്കത്തില്ല, നിന്നെക്കൊണ്ട് കഴിവില്ല. യെസ്, ആ റോങ് പുതപ്പുകൾ, ആ റോങ് പുതപ്പുകൾ, ആ തെറ്റായ പുതപ്പുകൾ, തെറ്റായ പുതപ്പുകൾ എത്രത്തോളം കൈയുയർത്താമോ, വീട്ടിലായിരിക്കുന്ന എല്ലാവരും എത്രത്തോളം കൈയുയർത്താമോ അത്രത്തോളം കൈയുയർത്ത്. യെസ്, യെസ്. Jesus' name. Yes. Yes, yes. പ്രവചിച്ചു നിൽക്ക്, പ്രവചിച്ചു നിൽക്ക്, പ്രവചിച്ചു നിൽക്ക്, പ്രവചിച്ചു നിൽക്ക്. ദൂതമാ. യെസ്. ബലാഖിനി ആന്തോ. ഓ ബലാഖസിനി ആന്തോ. തള്ളപ്പെട്ടവരെ, പല ഹൃദയങ്ങളിൽ നിന്നും പുറത്തു പോയവരെ, കംഫർട്ട് സോൺ, സുരക്ഷിത താവളങ്ങൾ, കംഫർട്ട് സോണിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെ, ലജ്ജിക്കപ്പെട്ടവരെ, അപവാദം കേട്ടവരെ, ഉടഞ്ഞവരെ, മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെട്ടവരെ, ശരീരത്തിനല്ല ഹൃദയത്തിന് ആയിരക്കണക്കിന് മുറിവുകളേറ്റവരെ, ഒറ്റയ്ക്ക് കരഞ്ഞവരെ, നിനക്കൊരു 7ാം വസ്ത്രമുണ്ട്. നിനക്കൊരു 7ാം വസ്ത്രമുണ്ട്. മനുഷ്യൻ നിന്റെ മേലിട്ടത് എന്തൊക്കെയാണെങ്കിലും അതെല്ലാം ടെമ്പററി. ഇന്ന് പകൽ സ്വർഗം, ദൈവം, നിന്റെ ഉടമസ്ഥൻ, നിന്റെ മണവാളൻ, നിന്റെ യജമാനൻ ആ തിന്മയുടെ പുതപ്പുകളെ, ആ ലജ്ജയെ, ആ അപമാനത്തെ, ആ ഏകാന്തതയെ ഇന്ന് പകൽ വലിച്ചു മാറ്റുകയാണ്. പകരം പെർമനന്റായി മറ്റെന്തോ നിന്റെ മേൽ ഇടുന്നു. ഇരുകരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കുക. ജീസസ്, ജീസസ്, യെസ്.
ദൈവം നിന്നെ മാനിക്കാൻ പോവാ. ദൈവം നിന്നെ ഭയങ്കരമായിട്ട് 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 മാനിക്കാൻ പോവാ. യെസ് 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 യെസ്. ദൈവം നിന്നെ ഭയങ്കരമായിട്ട് മാനിക്കാൻ പോവാ. ദൈവം നിന്നെ ഭയങ്കരമായിട്ട് മാനിക്കാൻ പോവാ. ദൈവം നിന്നെ ഭയങ്കരമായിട്ട് മാനിക്കാൻ പോവാ. ദൈവം എന്നെ മാനിച്ചെന്ന് നീ പറയണ്ട. നിന്നെ കാണുന്ന ചെറിയവർ പറയും, നിന്നെ കാണുന്ന വലിയവർ പറയും. യോസേഫ് മരിച്ചു, അവന്റെ അസ്ഥിയും കൊണ്ട് ഇസ്രായേൽ പുറപ്പെട്ട് പുറത്തു വന്നേ. പക്ഷെ അവന്റെ സാക്ഷ്യം മരിച്ചില്ല. നീ മരിച്ചാലും നീ മരിച്ചാലും come on, come on, come on. നീ മരിച്ചാലും ഈ ദിവസങ്ങൾ ദൈവം നിന്നെ മാനിക്കുന്നതായ സാക്ഷ്യം നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്നതായിരിക്കും. ജീസസ്, ജീസസ്, ജീസസ്. നീ പറയണ്ട ദൈവം എന്നെ മാനിച്ചെന്ന്. അകന്ന് നിൽക്കുന്നവരും അടുത്ത് നിൽക്കുന്നവരും പറയും ദൈവം നിന്നെ മാനിച്ചെന്ന്. Undeserved places, undeserved positions. നിന്റെ ജീവചരിത്രം എന്തെന്നറിയോ? തുടർന്നുള്ള വർഷങ്ങളും മാസങ്ങളും നിന്റെ ജീവചരിത്രം. Let me tell you, I'm sorry, let me sing over you. ഞാൻ പറയുകയല്ല, നിന്റെ പേര് ഞാൻ പാടട്ടെ. തുടർന്നുള്ള നാളുകളിൽ ദൈവം നിനക്കായി ചെയ്യുന്നത് ഞാൻ നിനക്ക് വേണ്ടി പാടട്ടെ. നിന്റെ മക്കൾക്ക് വേണ്ടി നിനക്ക് വേണ്ടി ദൈവം ചെയ്യുന്നത് ഇതാണ്. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. ഇത് പറഞ്ഞില്ലെങ്കിൽ ഈ ദൂത് ഇൻകംപ്ലീറ്റ് ആണ്. ഈ ചെറുകൻ അപ്പനിട്ട കോട്ട് ഓഫ് മെനി കളേഴ്സ്, അപ്പനിട്ടതായ നിലയെങ്കി ഊരപ്പെട്ടവനായി അർദ്ധനഗ്നനായി ശെഖേമിലെ ഒരു പൊട്ടക്കിണറ്റിൽ കിടന്നില്ലേ? ശെഖേമിലെ ഒരു പൊട്ടക്കിണറ്റിൽ കിടന്ന് ഒറ്റയ്ക്ക് കരഞ്ഞു. ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അവന്റെ കരച്ചിൽ മനുഷ്യരാരും കേട്ടില്ല. സഹോദരന്മാർ അകലെയായിരുന്നു, അപ്പനങ്ങ് ദൂരെയായിരുന്നു. പക്ഷെ കേൾക്കേണ്ടവൻ കേട്ടു, കാണേണ്ടവൻ കണ്ടു. നിന്റെ കണ്ണുനീർ കാണേണ്ടവൻ കാണുന്നു, നിന്റെ നിലവിളി കേൾക്കേണ്ടവൻ കേൾക്കുന്നു. കാണേണ്ടവൻ കാണുന്നു, കേൾക്കേണ്ടവൻ കേൾക്കുന്നു. കൂടെ പാർക്കുന്നവർക്ക് പോലും,
കൂടെ പാർക്കുന്നവർക്ക് പോലും നിന്റെ ദുഃഖത്തിന്റെ ആഴം, നിന്റെ പെയിൻ, നിന്റെ സ്കാർ, നിന്റെ വൂൺസ് അറിയത്തില്ല. പക്ഷെ കാണേണ്ടവൻ കാണുന്നു, കേൾക്കേണ്ടവൻ കേൾക്കുന്നു. What was the result? ആ പൊട്ടക്കിണറ്റിന്റെ ഉറവ തുറന്നു കേട്ടോ. ജൂലൈ മാസം 18 പൊട്ടക്കിണറ്റുകൾ ഉറവകൾ തുറക്കുകയാണ്. യെസ്, അത് പറയുമ്പോ തന്നെ ഈ ഹാളിൽ നിന്ന് ചിലരുടെ മേൽ ഓഹോ ഒരു ഡിവൈൻ ഓപ്പണിംഗ് സംഭവിക്കുന്ന ഞാൻ കാണുന്നു. പൊട്ടക്കിണറുകളിൽ ഉറവകൾ തുറക്കുകയാണ്. പൊട്ടക്കിണറുകളിൽ ഉറവകൾ തുറക്കുന്നു. ഷെഖേം അല്ലെങ്കിൽ ശമരിയ അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്ക് എന്നറിയപ്പെട്ട സ്ഥലത്ത് പൊട്ടക്കിണറുകളിൽ ഉറവകൾ തുറന്നു. പിന്നത്തേതിൽ അത് യാക്കോബിന്റെ കിണറെന്ന് യോഹന്നാൻ 4 പറയുന്നു. നട്ടുച്ച നേരത്ത് 12 മണിക്ക് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി കർത്താവ് കടന്നു വന്നപ്പോ അവിടെ ഒരു പൊട്ടക്കിണറല്ല, മുഴുവൻ ശമരിയിലുള്ള ആയിരക്കണക്കിന് ജനത്തിന്റെ ദാഹം തീർക്കുന്ന ഒരു ഭയങ്കര കിണറുണ്ടായി. ആയിരങ്ങളുടെ ദാഹം തീർക്കുന്ന കിണറെ, ആയിരങ്ങളുടെ ദാഹം തീർക്കുന്ന കിണറെ, 1000 പേരുടെ ദാഹങ്ങളെ തീർക്കുന്ന കിണറെ. അകലം നിന്ന് പോലും ജനം വരുന്നു. അതെ, മറ്റ് ഏത് കിണർ വറ്റിയാലും ഈ കിണർ വറ്റത്തില്ല. കോവിഡ് വന്ന് വേറെ എവിടെയൊക്കെ കിണറുകൾ വറ്റിയാലും ഈ കിണർ വറ്റത്തില്ലെന്ന്. കാരണം ഇത് കണ്ണുനീരിൽ കുഴിച്ചതാണ്. ഇത് ജാതി പറഞ്ഞു കുഴിച്ചതല്ല, ഇത് പൊളിറ്റിക്സ് പറഞ്ഞു കുഴിച്ചതല്ല, ഇത് ജഡം കൊണ്ട് കുഴിച്ചതല്ല, ഇത് കണ്ണുനീര് കൊണ്ട് കുഴിച്ചതാ. ദുഷ്ടന്മാർക്ക് അത് മനസ്സിലാകത്തില്ല, ദൈവത്തിന് അത് മനസ്സിലാകും. ചുറ്റുപാടുള്ള ഏത് കിണർ വറ്റിയാലും ഒറ്റയ്ക്ക് കരഞ്ഞ യോസേഫേ, നിന്റെ കിണർ വറ്റിപ്പോകത്തില്ല. ഇന്ന് പകൽക്കാലം പൊട്ടക്കിണറുകൾ ഉറവകൾ തുറക്കട്ടെ. 2 കരങ്ങളെ ഉയർത്തി പറ, കിണറെ പൊങ്ങിവാ, കിണറെ പൊങ്ങിവാ, കിണറെ പൊങ്ങിവാ. വരുമാനങ്ങളെ പൊങ്ങിവാ, നന്മകളെ പൊങ്ങിവാ. ഓ ഹാലറി, അതിശയങ്ങളെ പൊങ്ങിവാ, അഡ്മിഷനെ പൊങ്ങിവാ, എക്സാമിനേഷൻ വിജയമേ പൊങ്ങിവാ, വാതിലുകളെ പൊങ്ങിവാ, ഭാവികളെ പൊങ്ങിവാ, കിണറുകളെ പൊങ്ങിവാ, കിണറുകളെ പൊങ്ങിവാ, കിണറുകളെ പൊങ്ങിവാ, കിണറുകളെ പൊങ്ങിവാ. നിങ്ങൾ പറ, കിണറുകളെ